അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അളീം വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അല്ലാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. നമസ്കാരം ഒരു സമഗ്ര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു വിജ്ഞാന സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമസ്കാരം അതിൻ്റെ തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള ഒരു വിശദമായ പഠനമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് പഠിതാക്കളുടെ ആവശ്യാർത്ഥം വുളൂ മുതൽ ത്വഹാറത്ത് മുതൽ തന്നെ ഇൻഷാ അല്ലാഹ് പഠിക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ കൈകളിലുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു രത്ന ചുരുക്കമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു വിഷയം നമ്മൾ പഠിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരാമുഖം സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഇതൊരിക്കലും അനശ്വരമായ ഒരു ലോകമല്ല. ഇവിടെയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയല്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം നേടിയെടുക്കാനുള്ളത് എന്നൊക്കെ നമുക്കറിയാം. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും അവിടെ 7 ആകാശങ്ങൾക്ക് അപ്പുറം ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗമുണ്ട് എന്നും കത്തിജ്വലിക്കുന്ന ഒരു നരകമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയവരാണ്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ 1 മണിക്കൂർ ക്ലാസ് എടുക്കാമെന്ന് കരുതി വന്നതല്ല ഞാൻ. വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ 1 മണിക്കൂർ ക്ലാസ് കേൾക്കാമെന്ന് കരുതി വന്നവരല്ല നിങ്ങൾ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ തിരക്കുകളുണ്ട്, ജോലികളുണ്ട്. എന്നാൽ അതിനിടയിൽ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനുള്ള സദസ്സ് ലക്ഷ്യമാക്കി നമ്മൾ ഓരോരുത്തരും ഇവിടേക്ക് എത്തിയത് ആ സ്വർഗം കൊതിച്ചുകൊണ്ട് മാത്രമാണ്. എന്നാൽ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവർക്കും സാധിക്കുമോ? ഒരിക്കലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഇല്ലാ നഫ്സും മുഅ്മിന, വിശ്വാസിയല്ലാത്ത തൗഹീദുള്ള ഒരു നഫ്സല്ലാത്ത മറ്റൊന്നും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം.
എന്നാൽ തൗഹീദ് ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ? അതുമില്ല. ആ തൗഹീദ് സാക്ഷാത്കരിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവൻ്റെ മേൽ നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം അത് 5 വഖത്ത് നമസ്കാരമാണ്. ആ നമസ്കാരം ഒരാൾ നിർവഹിക്കുന്നില്ല എങ്കിൽ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിലാണ് അത്തരക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിലായിക്കൊണ്ടാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ ഇസ്ലാം നിലനിൽക്കുന്നത് തന്നെ 5 കാര്യങ്ങളിലാണ്, 5 സ്തംഭങ്ങളിലാണ്. അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ, ഇസ്ലാമിൻ്റെ റുക്നുകൾ. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഖാമിസ്സലാത്ത്, നമസ്കാരം മുറ പോലെ നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ഒരു സ്തംഭം മുറിഞ്ഞു പോയാൽ, അർക്കാനുൽ ഇസ്ലാമിലെ സ്തംഭങ്ങളിലെ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ ഇസ്ലാം തകർന്നു പോവും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് തൂണുകളിലായിക്കൊണ്ടാണ്. അതിലെ ഒരു തൂണ് തകർക്കപ്പെട്ടാൽ ഈ പള്ളി മുഴുവനായിട്ട് പൊളിഞ്ഞു ചാടും. അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഒരു കസേര, അതിൻ്റെ ഒരു കാല് മുറിഞ്ഞു പോയാൽ ആ കസേര മുഴുവനായിട്ട് അതിരുന്നു പോകും. അതുപോലെ തന്നെ ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് 5 കാര്യങ്ങളിലാണ്. അതിലൊന്ന് നമസ്കാരമാണ്. അപ്പോൾ ആ നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാം തകർന്നു പോകുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന റജുലി വശ്ശിരിക്കി വൽ കുഫ്രി തർക്കുസ്സലാത്ത്, ഒരു മനുഷ്യൻ, അവനും അഥവാ ഒരു മുസ്ലിമായ മനുഷ്യനും ഷിർക്കിനും കുഫ്രിനും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. അതൊരാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത്, നമുക്കും അവർക്കും അഥവാ അവിശ്വാസികൾക്കും ഇടയിലുള്ള കരാർ അത് നമസ്കാരമാകുന്നു. ഫമൻ തറകഹ ഫഖദ് കഫറ, ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് 5 വഖത്തും ഒരാൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ, 5 വഖത്തും ഒരു ദിവസവും ഒരാൾ നമസ്കരിക്കുന്നില്ല, പൂർണ്ണമായി നമസ്കാരം ഉപേക്ഷിക്കുന്നവനാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, എന്നാൽ നമസ്കാരം നിർബന്ധമാണ് എന്നതിനെ അവൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്നാൽ ഒരാൾ ചിലപ്പോൾ നമസ്കരിക്കുന്നു, ചിലപ്പോൾ നമസ്കരിക്കുന്നില്ല, മടി കാരണമോ അശ്രദ്ധ കാരണമോ നമസ്കാരം ഉപേക്ഷിക്കുന്നു, എന്താണ് അവൻ്റെ വിധി? ചില പണ്ഡിതന്മാർ പറഞ്ഞു, 1 വഖത്ത് നമസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞ ഒരുപാട് വലിയ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അത്രയും ഗൗരവമുള്ള വിഷയമാണ് നമസ്കാരം എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം കാര്യങ്ങളിലെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് നൽകിയത് ഭൂമിയിൽ വെച്ചുകൊണ്ടാണ്. ജിബ്രീൽ ഇസ്ലാമിനെ പറഞ്ഞയച്ചുകൊണ്ട് ഭൂമിയിൽ വെച്ചുകൊണ്ട് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശത്തിലേക്ക് കൊണ്ടുപോയി. ഇസ്രാ മിഅ്റാജിൻ്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറാൻ ആകാശത്തുള്ള സിദ്റത്തുൽ മുൻതഹയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 3 കാര്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് എനിക്ക് നൽകപ്പെട്ടു. അതിലൊന്ന് സ്വലവാത്തിൽ ഖംസ്, 5 വഖത്ത് നമസ്കാരം എനിക്ക് അവിടെ വെച്ചുകൊണ്ട് നൽകി. അതുപോലെ തന്നെ എനിക്ക് അവിടെ വെച്ചുകൊണ്ട് നൽകിയതാണ് ഖവാതീമ സൂറത്തിൽ ബഖറ സൂറത്തിലെ അവസാന 2 ആയത്തുകൾ, ആമന റസൂലിൻ്റെ ആ 2 ആയത്തുകൾ. അതുപോലെ തന്നെ ഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മത്തി ഷൈഅ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കുമെന്നും. ഈ 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ വെച്ചുകൊണ്ട് നൽകിയതാണ്. അത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. ഇനി നാളെ പരലോകത്ത് ആദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളിൽ നിന്ന് ചോദ്യം ചെയ്യുക നമസ്കാരമായിരിക്കും. ഓരോ കാര്യങ്ങളിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടുന്നത് പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യുക രക്തം ചിന്തിയ വിഷയത്തിലായിരിക്കും. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക തണുത്ത വെള്ളം നൽകിയതും അതുപോലെ തന്നെ ശരീരം നന്നാക്കി തന്നതിനെയും കുറിച്ചായിരിക്കും. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി, ഒരാളുടെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുക സ്വലാത്തുഹു, അവൻ്റെ നമസ്കാരമായിരിക്കും.
ഫഇൻ സ്വലുഹത്, ആ നമസ്കാരം ശരിയായാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. എന്നാൽ വ ഇൻ ഫസദത്, അത് മോശമായി കഴിഞ്ഞാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ സഖർ എന്നൊരു നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാർക്കാണ് നരകം? സൂറത്തുൽ മുദ്ദസിറിൽ സഖർ എന്ന നരകത്തിൻ്റെ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ അല്ലാഹു പറയുന്നു, വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ തിസ്അത അശർ. അതിലേക്കൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയാക്കൂല്ല, വെറുതെ വിടൂല്ല, തകർത്ത് തരിപ്പണമാക്കി കളയും. മനുഷ്യൻ്റെ തൊലിയെപ്പോലും അതിൻ്റെ രൂപം പോലും മാറ്റിക്കളയും. 19 കാവൽക്കാരുള്ള സഖർ എന്ന നരകം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ചില ആളുകളുണ്ട്. മാസലക്കും ഫീ സഖർ, അതിനവർ കാരണങ്ങൾ പറയുമ്പോൾ ഒരു കാരണം പറയുന്നത് ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വക്കത്ത് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം, ഞാൻ ഈ കാലെടുത്ത് വെക്കുന്നത് സഖർ എന്ന നരകത്തിലേക്കാണ്. ഭീകരമായ ശിക്ഷകളുള്ള നരകമാണ് സഖർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ സമയത്ത് അവസാനം നൽകുന്ന വസിയത്തുകളിൽ, ഉപദേശങ്ങളിൽ റസൂലുള്ളാഹി ആവർത്തിച്ച് പറഞ്ഞ ഉപദേശമാണ് അസ്വലാത്ത് അസ്വലാത്ത്, നമസ്കാരത്തിൻ്റെ വിഷയം. ഇപ്പം നമ്മളെ ഉപ്പ ഇങ്ങനെ മരണപ്പെടാൻ കിടക്കുകയാണെങ്കിൽ, നമ്മുടെ ഉമ്മ മരണപ്പെടാൻ കിടക്കുകയാണെങ്കിൽ അവസാനമായിട്ട് ഉപ്പ വിളിച്ച് നമ്മളോട് ഇങ്ങനെ പറയാണ്, മോനെ പിന്നെ ഉപ്പാൻ്റെ കുട്ടി ഇന്നതൊക്കെ ചെയ്യണം കേട്ടോ, ഇത് ഉമ്മാൻ്റെ അവസാനത്തെ ഒരാഗ്രഹമാണ്, ഇതൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയാൽ നമ്മൾ എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും എൻ്റെ അമ്മനോട് അവസാനം പറഞ്ഞതാണ്, എൻ്റെ ഉപ്പൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, ഇത് ഞാൻ എങ്ങനെയെങ്കിലും സാധിപ്പിക്കും എന്ന് നമ്മൾ ഹൃദയത്തിലുണ്ടാവാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ സ്നേഹിക്കുന്നത് റസൂലുള്ളാഹിയല്ലേ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, എല്ലാവരെക്കാളും റസൂലിനെ സ്നേഹിച്ചാലേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പറയുന്ന വസിയത്ത് നമസ്കാരം സൂക്ഷിക്കണം, നമസ്കാരം നിലനിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് സ്നേഹമാണുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബഹിന് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കത്തി കൊണ്ട് കുത്തുന്നു, രക്തം വാർന്നൊലിക്കുന്നു. ഒരു തുണിക്കഷ്ണം കൊണ്ട് രക്തം കെട്ടിവെച്ച്, ആ മുറിവ് കെട്ടിവെച്ച് ബോധം വന്നപ്പോൾ ബാക്കിയുള്ള ഒരു റക്അത്ത് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ സ്ഥാനമില്ലാട്ടോ. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. പ്രിയമുള്ളവർ, അത് മാത്രമല്ല, നമസ്കാരം ഉപേക്ഷിക്കുമ്പോൾ അള്ളാഹുവിനോട് കാണിക്കുന്ന എത്ര വലിയ വഞ്ചനയാണത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയത് 50 വഖത്ത് നമസ്കാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 50 വഖത്ത് നമസ്കാരം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ടെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? 50 വഖത്ത് നമസ്കാരം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് ചുരുക്കി അത് 5 ആക്കി തന്നു. എന്നിട്ട് അള്ളാഹു റസൂലിനോട് പറഞ്ഞു, 5 നമസ്കരിച്ചാൽ 50ൻ്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ നമ്മൾ ഇശാ വരെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 50 വഖത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചു. ആലോചിച്ച് നോക്കി, എത്ര വലിയ കാരുണ്യമാണ് അള്ളാഹു ചെയ്തത്. എന്നിട്ട് ആ 5 വഖത്ത് പോലും കൃത്യമായി ജമാഅത്തായി നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്നത് എത്ര വലിയ വഞ്ചനയാണ്. അതുകൊണ്ട് നമസ്കാരത്തിന് വിഷയം ഗൗരവത്തിൽ നോക്കി കാണണം എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ശരി, നമ്മൾ ഓരോരുത്തരും ചെറുപ്പം മുതലേ ഈ നമസ്കാരം ശീലിച്ചു പോകുന്നവരായിരിക്കും, നമസ്കാരം നിർവഹിച്ചു പോകുന്നവരായിരിക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? ചെറുപ്പം മുതലേ, ഒരു പക്ഷേ 4-ാമത്തെ വയസ്സ് മുതൽ 5-ാമത്തെ വയസ്സ് മുതൽ ഉപ്പയുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് വന്നും അതുപോലെ ഉമ്മ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്തും നമ്മൾ നമസ്കാരം അങ്ങനെ പഠിച്ചു വന്നതായിരിക്കും. ആ ചെറുപ്പം മുതലേ നിർവഹിച്ചു പോരുന്ന നമസ്കാരം, ഇബാദത്തിനെക്കുറിച്ച് ഇനിയും എന്തിനു പഠിക്കണം എന്ന് ചിന്തിക്കുന്നവർ ചിലരെങ്കിലും ഉണ്ടായിരിക്കും.
അത്തരക്കാരോട് സൂചിപ്പിക്കുവാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളതിൻ്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ ഖലഖ്തുൽ ഇൻസ വൽ ജിന്ന ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ദുനിയാവിലെ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം ദുനിയാവിലെ ജീവിതത്തിന് ആവശ്യമായതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക എന്നുള്ളത് മാത്രമാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം. എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ? ആരാധന എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന വാക്കാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ, അത് ആന്തരികമായതായാലും ശരി ബാഹ്യമായതായാലും ശരി, എല്ലാം ആരാധന എന്ന് പറയും. അപ്പോൾ നമ്മുടെ കണ്ണിൽ ഒരാൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നിയാലും ഒരുപക്ഷേ അത് ഇസ്ലാമിൻ്റെ ഭാഷയിൽ നല്ലതായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ കണ്ണിൽ ഒരാൾ ചെയ്യുന്നത് നല്ല കർമ്മമാണ് എന്ന് നമുക്ക് തോന്നിയാലും അത് ഇസ്ലാമിൻ്റെ ഭാഷയിൽ നല്ലതായിക്കൊള്ളണമെന്നില്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം ലഭിച്ചുകൊള്ളണമെന്നില്ല. അതാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർലാഹ്. അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കെങ്ങനെ മനസ്സിലാകും? അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. അത് മനസ്സിലാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കണം, പ്രവാചകൻ്റെ ഹദീസുകൾ പഠിക്കണം. ഏതൊരു കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകൾ നിർബന്ധമാണ്. വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 2 നിബന്ധനകൾ അതിനുണ്ട്. അതിലൊന്നാമത്തത് ഇഖ്ലാസാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തത് മുത്താബഅത്താണ്, ഇത്തിബാഉർ റസൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 1 ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, 2 ഇത്തിബാഉർ റസൂൽ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി സ്വഹാബത്തിന് നമസ്കാരം നിർവഹിച്ചു കൊടുത്തു. സുജൂദിൻ്റെ സമയത്ത് മെഹ്റാബിലേക്ക് ഇറങ്ങും, അത് കഴിഞ്ഞാൽ വീണ്ടും മിമ്പറിൽ കയറും. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, എങ്ങനെയെങ്കിലും നിസ്കരിച്ചോളി എന്നല്ല, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അപ്പം നമ്മളിപ്പോൾ കൈകെട്ടുന്ന രൂപങ്ങൾ, 10 ആൾക്കാർ പള്ളിയിലുണ്ടെങ്കിൽ 10 ആളും കൈകെട്ടുന്നത് 10 രൂപത്തിലായിരിക്കും, 10 ആളുകളും റുക്കൂ ചെയ്യുന്നത് 10 രൂപത്തിലായിരിക്കും, 10 ആളുകളും വിരൽ ചൂണ്ടുന്നത് 10 രൂപത്തിലായിരിക്കും. അങ്ങനെ 10 രൂപത്തിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ടാവുമോ? അതിലേതെങ്കിലും 1-2 ശരി ഉണ്ടാവുള്ളൂ. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യാതെയാണ് നമ്മൾ നിർവഹിക്കുന്നത് എങ്കിൽ എങ്ങനെയാ നമസ്കാരം ശരിയാവും? ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നത് ഹുദൈഫ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ, നീ ഇങ്ങനെയാണോ നമസ്കരിക്കുന്നത്? അതെ, ഞാൻ ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത്, 40 വർഷമായി ഇങ്ങനെയാണ് നാം നമസ്കരിക്കുന്നത്. നീ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയാൽ നീ മില്ലത്തുർ റസൂലിലല്ല, റസൂലുള്ളാഹിയുടെ മില്ലത്തിൽ നിന്ന് പുറത്തായിക്കൊണ്ടാണ് നീ മരണപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമസ്കാരം അള്ളാഹു സ്വീകരിക്കാതിരുന്നത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നമസ്കരിക്കുന്നു, ഒരു സ്വഹാബിയാണ്. നമസ്കരിച്ച് റസൂലിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് സലാം പറയുന്നു. റസൂൽ സലാം അടക്കിയിട്ട് പറഞ്ഞു, ഇർജി, തിരിച്ചുപോ, നമസ്കരിക്ക്, ഫ ഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. അയാൾ രണ്ടാമതും പോയി നമസ്കരിക്കുന്നു, തിരിച്ചു വന്ന് സലാം പറയുന്നു. സലാം അടക്കിയിട്ട് റസൂൽ വീണ്ടും പറഞ്ഞു, പോയി നമസ്കരിക്ക്, ഇന്നക ലം തുസല്ലി, നമസ്കരിച്ചിട്ടില്ല. ഇത് 3 തവണ ആവർത്തിച്ചു. 3 തവണ അയാൾ നമസ്കരിക്കുന്നു, അയാൾ ഫാത്തിഹ ചൊല്ലുന്നു, സൂറത്ത് ഓതുന്നു, റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫ ഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാതെ ആ നമസ്കാരത്തിൻ്റെ അതുപോലെ നമ്മുടെ നമസ്കാരം ആക്കിയിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരം എങ്ങനെ സ്വീകരിക്കും? 50 വർഷം 60 വർഷം നമസ്കരിച്ചിട്ട് മരണപ്പെട്ട് പരലോകത്തെത്തിയിട്ട് അള്ളാഹ് പറയുകയാണ് നിസ്കരിച്ചിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയമുള്ളവർ, എന്തായിരിക്കും അവസ്ഥ? ഇത് നമസ്കരിച്ചിട്ടില്ല, എൻ്റെ നമസ്കാരത്തിൻ്റെ ഏടുകളിൽ നമസ്കാരമില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫ ഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടേ ഇല്ല എന്നാണ്. അപ്പോൾ അത്രയും ഗൗരവമാണ് നമസ്കാരം പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പണ്ഡിതന്മാർ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും ഗൗരവമുള്ള വിഷയമാണ് നമസ്കാരം എന്നുള്ളത് കൊണ്ടാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരു താബി പണ്ഡിതൻ കയറി വന്നപ്പോൾ അദ്ദേഹം കരയാണ്. അപ്പോൾ എന്തിനാണ് കരയുന്നത്? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒന്നും ഇന്ന് സമൂഹത്തിലില്ലല്ലോ, ഇല്ലാ ഹാദിഹി സ്വലാത്ത്, ആകെയുള്ളത് ഈ നമസ്കാരം മാത്രമാണ്. ആ നമസ്കാരം തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന രൂപത്തിൽ ഇന്ന് ആളുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് എത്ര തലമുറകൾ ഇന്ന് വന്നു. അപ്പോൾ നമ്മുടെ നമസ്കാരം റസൂലുള്ളാഹിയുടെ നമസ്കാരത്തിലേക്ക് തട്ടിച്ചു നോക്കിയാൽ അത് എത്രത്തോളം ശരിയായി വരുന്നുണ്ടാകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പഠിച്ച് അതുപോലെ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞുവല്ലോ, നമ്മൾ ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ത്വഹാറത്താണ്. ഇപ്പം എന്തിനാണ് നമ്മൾ ത്വഹാറത്ത് പഠിക്കണം? നമസ്കാരം പഠിച്ചാൽ പോരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദിക്കും ഇദാ അഹ്ദസ ഹത്താ യതവല്ലഅ. നിങ്ങളിൽ ഒരാൾക്ക് അശുദ്ധി സംഭവിച്ചാൽ, അഥവാ ശുദ്ധിയില്ലാത്ത അവസ്ഥയുണ്ടായാൽ, അവൻ വുളൂ ചെയ്യുന്നത് വരെ അവൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു നിബന്ധനയാണ് ശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ നമസ്കാരം എന്ന ബാബ് ആരംഭിക്കുന്നതിന് മുമ്പേ ത്വഹാറത്ത്, ശുദ്ധീകരണത്തിൻ്റെ ബാബാണ് അവർ പഠിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അത് മുതൽ പഠിക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ നോട്ടുകളിലുള്ളത് പിന്നെ അതിൻ്റെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളുടെ ഒരു രത്നച്ചുരുക്കം, അതിൻ്റെ പോയിൻറ്റ്സ് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മളിവിടെ ക്ലാസ്സുകളിൽ മനസ്സിലാക്കും. അതിലാദ്യം വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? വെള്ളം എന്നൊരു പോയിൻ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്തിനാണ് നമ്മൾ ആദ്യം വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം? കാരണം വുളൂ ശരിയാകണമെങ്കിൽ വെള്ളം തൊഹൂറായിരിക്കണം. തൊഹൂറായ വെള്ളം കൊണ്ടുള്ള വുളൂ മാത്രമാണ് ശരിയാവുക. അപ്പോൾ എന്താണ് തൊഹൂറായ വെള്ളം? അപ്പോൾ തൊഹൂറല്ലാത്ത വെള്ളവും ഉണ്ട് എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാകണത്. വെള്ളം 3 തരമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വെള്ളവും 3 ഒരു രൂപത്തിലുള്ളതായിരിക്കും. ഒന്ന് തൊഹൂറായ വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ത്വാഹിറായ വെള്ളമായിരിക്കും, അല്ലെങ്കിൽ നജിസായ വെള്ളമായിരിക്കും. എന്താണ് തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ? തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് തൊഹൂറായ വെള്ളം. സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയും. തൊഹൂറായ വെള്ളം കൊണ്ട് മാത്രമേ നമുക്ക് ശുദ്ധി വരുത്താൻ പറ്റൂ. ഇപ്പോൾ കുളിക്കുകയാണെങ്കിലും, ജനാബത്തിൽ നിന്ന് കുളിക്കുകയാണെങ്കിലും, വുളൂ ചെയ്യുകയാണെങ്കിലും അതിനുപയോഗിക്കേണ്ട വെള്ളം ഏതാണ്? തൊഹൂറായ വെള്ളമാണ്. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്ന് ശുദ്ധിയാക്കുന്നതുമാണ്, അതിൻ്റെ വിശേഷണമാണ്. എന്നാൽ അതിനെ ഒരു നിർവചനം കൊടുക്കണ്ടേ? അതിന് പണ്ഡിതന്മാർ പറയാം, അൽമാ ഉൽ ബാക്കി അല അസ്ലി ഖിൽഖത്തിഹി, അഥവാ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതേ രൂപത്തിൽ നിലനിൽക്കുന്ന വെള്ളം. അപ്പോൾ അതിൽ ഏതൊക്കെ പെടും? നമുക്ക് പെട്ടെന്ന് സൂചിപ്പിച്ചു പോവാം. തൊഹൂറായ വെള്ളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെള്ളമാണ് മഴവെള്ളം. മഴവെള്ളം എന്താണ്? തൊഹൂറായ വെള്ളമാണ്. അപ്പോൾ ഒരാൾ വുളൂ എടുക്കാൻ വേണ്ടിയിട്ട് ആകാശത്ത് നിന്ന് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കുറച്ച് ബക്കറ്റിലത് ശേഖരിച്ചിട്ട് അതുകൊണ്ട് വുളൂ എടുത്താലോ അയാളെ വുളൂ ശരിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ അൻസൽനാ മിനസ് സമാഇ മാഅൻ തൊഹൂറ. തൊഹൂറായ വെള്ളത്തെ ആകാശത്ത് നിന്ന് നാം ഇറക്കിയിരിക്കുന്നു. അപ്പോൾ മഴവെള്ളം തൊഹൂറായ വെള്ളമാണ്. ഇനി മഴവെള്ളം ആ വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള വെള്ളം മറ്റൊരു രൂപത്തിലേക്ക് മാറി. അടിസ്ഥാനപരമായ സാധനം എന്താണ്? വെള്ളം തന്നെ. പക്ഷെ അതൊരു മറ്റൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതും തൊഹൂറായതായിട്ട് പരിഗണിക്കാം. ഉദാഹരണം, മഞ്ഞ്, അല്ലെങ്കിൽ ആലിപ്പഴം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹിമം എന്നൊക്കെ. ഐസ്, വെള്ളം എന്ത് ചെയ്തു? ഐസായി, ഐസും കട്ടായി മാറി. ഈ ഐസും കട്ട നമ്മൾ എന്ത് ചെയ്തു? അതിങ്ങനെ ഉരുക്കിയിട്ട് വെള്ളമാക്കി എടുത്തിട്ട് അതുകൊണ്ട് ഒതു കൊടുത്താലോ ഒതു ശരിയാവും. കാരണം നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലേ, അല്ലാഹു ബാഇദ് ബൈനി വബൈന ഖത്വായ കമാ ബഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. അതെങ്ങനെ പ്രാർത്ഥിച്ച്, അല്ലാഹു മിനഖ്നി മിനൽ ഖത്വായ കമാ യുനഖ സൗബുൽ അഗ്യളു മിനദ് ദനസ് അല്ലാഹു മഗ്സിൽ ഖത്വായ ബിൽ മാഇ വസ്സൽജി വൽ ബർദി. അല്ലെ, വെള്ളം കൊണ്ടും ഹിമം കൊണ്ടൊക്കെ എന്ത് ചെയ്യണേ? എന്നെ എൻ്റെ പാപങ്ങളെ കഴുകി വൃത്തിയാക്കണേ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ അതൊക്കെ തൊഹൂറായ വെള്ളത്തിൽ പെടും. അതുപോലെ തൊഹൂറായ വെള്ളത്തിൻ്റെ മറ്റൊരു ഇനമാണ് ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടി വരുന്ന വെള്ളം. അപ്പോൾ നമ്മളെ കിണറ്റിലെ വെള്ളം, കുളത്തിലെ വെള്ളം, പുഴയിലെ വെള്ളം, ഇതൊക്കെ എന്താ? ഇതൊക്കെ തൊഹൂറായ വെള്ളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ. ആകാശത്ത് നിന്ന് അള്ളാഹു മഴ പെയ്യിപ്പിച്ച് നീ കണ്ടില്ലേ? ഫസലക്കഹു യനാബിഅ ഫിൽ അർള്. അത് ഭൂമിയുടെ
പിന്നെ ഉറവകളിലൂടെ എന്ത് ചെയ്തു, അതിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങി, അതാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതും തൊഹൂറായ വെള്ളമാണ്. പിന്നെ തൊഹൂറായ വെള്ളത്തിൽ എന്തൊക്കെ വരും വേറെ തൊഹൂറായ വെള്ളത്തിൽ? സംസം വെള്ളം, ബാറക്കല്ലാഹു ഫീക്കും. സംസം വെള്ളം തൊഹൂറായ വെള്ളം. അപ്പോൾ സംസം വെള്ളം കൊണ്ട് ഒതു കൊടുക്കാൻ പറ്റുമോ? പറ്റും. അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ബിസജ്ലിൻ മിമ്മാഇൻ, റസൂല് മിമ്മായി സംസം വെള്ളം ഒരു പാത്രത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഫശരിബ മിൻഹു, അതിന്ന് കുടിച്ചു. വത്തവല്ല, അതുകൊണ്ട് റസൂല് ഒതു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതും തൊഹൂറായ വെള്ളമാണ്. പിന്നെ കടൽ വെള്ളം തൊഹൂറാണോ? കടൽ വെള്ളം തൊഹൂറാണോ? ആണ്. അപ്പോൾ കടൽ വെള്ളത്തിൽ ഉപ്പില്ലേ, അപ്പോൾ തൊഹൂറാണോ? തൊഹൂറാണ്. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു വെള്ളം എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തൊഹൂറ. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. റസൂലിനോടൊരു കൂട്ടം സ്വഹാബത്ത് വന്ന് ചോദിച്ചു, റസൂലെ, ഞങ്ങൾ കടലിൽ യാത്ര ചെയ്യണവരാണ്, അപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുപോകണ വെള്ളം ഒളു എടുക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ ഉണ്ടാവില്ല, എന്നാൽ കുടിക്കാൻ ഉപയോഗിച്ചാൽ അത് ശുദ്ധിയാക്കാനുണ്ടാവില്ല, അപ്പോൾ ഞങ്ങൾ എന്താ കാട്ടുക? അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹുവ തൊഹൂറു മാഉഹു അൽ ഹില്ലു മൈത്തത്തുഹു, കടലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളതാണ്, അതിലെ ശവങ്ങൾ ഹലാലുമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കടൽ വെള്ളവും നമുക്ക് തൊഹൂറായ വെള്ളമാണ്. പിന്നെന്തൊക്കെയാണ് തൊഹൂറായ വെള്ളം? ഇതൊക്കെയാണ് തൊഹൂറായ വെള്ളങ്ങൾ. അപ്പോൾ ഒരാൾ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്തു? ഇതിൽ വരുന്നൊരു മസാലയാണ്, ഒരാൾ വെള്ളം എടുത്തിട്ട് ചൂടാക്കി, ചൂടുവെള്ളം, നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പറയും ചൂടുവെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നെടുക്കാൻ പറ്റില്ല, ചൂടുവെള്ളം കൊണ്ട് ജനാബത്ത് കുളിച്ചാൽ ശരിയാവില്ല, അതിനെക്കുറിച്ച് ചൂടാറിയ തണുത്ത വെള്ളമാണെന്ന് പറയും. ചൂടുവെള്ളം കൊണ്ട് ഒന്നെടുത്താൽ ശരിയാവുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവത്തിൽ തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ഉമറ കാന യതവല്ലഉ ബിൽ മാഇൽ ഹമീം, ചൂടുവെള്ളം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തു. അപ്പോൾ ചൂടുവെള്ളം കൊണ്ട് വുളൂ ചെയ്യുന്നതൊക്കെ എന്താണ്? നമുക്ക് അനുവദനീയമായി. ചൂടുവെള്ളമാകട്ടെ തണുത്ത വെള്ളമാകട്ടെ അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെയാണ് തൊഹൂറായ വെള്ളം. ഇതൊക്കെയാണ് തൊഹൂറായ വെള്ളങ്ങൾ. രണ്ടാമത്തെ ഇനം ഏതാണ്? ത്വാഹിറായ വെള്ളം. ത്വാഹിറായ വെള്ളം കൊണ്ട് ഒതു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്താണ് ത്വാഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ? തൊഹൂറായ വെള്ളത്തിൽ ശുദ്ധിയുള്ള എന്തെങ്കിലും ഒരു വസ്തു ചേർന്നു, എന്നിട്ട് ആ വെള്ളം എന്ന് പറയുന്ന പേര് മാറി, അതിൻ്റെ രൂപം മാറി, അപ്പോൾ തൊഹൂർ എന്ന ഇനത്തിൽ നിന്ന് വിട്ടു. ഉദാഹരണത്തിന് നമ്മളൊരു ഗ്ലാസ് കിണറ്റിലെ വെള്ളം എടുത്തു, അത് തൊഹൂറായ വെള്ളമാണ്. പക്ഷേ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ചായപ്പൊടി ഇട്ടു, കുറച്ച് പഞ്ചസാര ഇട്ടു, ഇളക്കി. ഇപ്പോൾ നമ്മളതിന് വെള്ളം എന്ന് പറയുമോ? ചായ എന്നാണ് പറയുക. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം തന്നെയാണ് തൊഹൂറായ വെള്ളം തന്നെയാണ്. പക്ഷേ ആ വെള്ളം നമുക്ക് ഒതു കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യും? തൊഹൂറായ വെള്ളം, കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലെന്ത് ചെയ്തു? നമ്മൾ നാരങ്ങ വീഞ്ഞു, ഇപ്പോൾ നാരങ്ങ വെള്ളമാണ്, അതുകൊണ്ട് ഒതു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതാണ് ത്വാഹിറായ വെള്ളം. തൊഹൂറായ വെള്ളത്തിൽ ശുദ്ധിയുള്ള വസ്തു തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത്, പക്ഷേ വെള്ളം എന്നില്ല പേര് മാറി. ഇപ്പോൾ ചായന്ന്, ജ്യൂസ് എന്ന്, കഞ്ഞിവെള്ളം ഇങ്ങനെയൊക്കെയാണ് പറയുക. അതുകൊണ്ട് ഒതു കൊടുക്കാൻ പാടുള്ളതല്ല. എന്നാൽ നമ്മൾ ബാത്റൂമിൽ നമുക്കിപ്പോൾ സാധാരണ ഉണ്ടാവാനുള്ളൊരു സംശയമാണ്, നമ്മൾ ബാത്റൂമിൽ കയറിയപ്പോൾ എന്തുണ്ട്? വെള്ളം ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് സോപ്പ് ചേർന്ന് നിൽക്കണം. ആരോ കുളിച്ച് പോയപ്പോൾ കുറച്ച് സോപ്പിൻ്റെ അംശയിൽ ചേർന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ ഒരു അതിൻ്റെ അടയാളം അതിൽ കാണുന്നുണ്ട്, ചെറിയൊരു കളർ വ്യത്യാസമോ അല്ലെങ്കിൽ ചെറിയൊരു മണോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് തൊഹൂറായ വെള്ളമാണോ ത്വാഹിറായ വെള്ളമാണോ? എന്താവും? തൊഹൂറാണോ? ശുദ്ധിയുള്ള വസ്തു ചേർന്നിട്ട് അതിൻ്റെ കളറ് മാറിയില്ലേ? നമ്മളാണ് അവിടെ തീരുമാനിക്കേണ്ടത്. അപ്പോഴും ആ വെള്ളം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ വെള്ളം തൊഹൂർ തന്നെയാണ്. പക്ഷേ ഇത് സോപ്പ് വെള്ളം ആയിക്കണം കേട്ടോ എന്ന് പറയുന്ന അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ വെള്ളം ത്വാഹിറാണ്. അപ്പോൾ കൊണ്ട് ഒതു കൊടുക്കാൻ പാടില്ല, ജനാബത്ത് കുളിക്കാനും പാടില്ല. മനസ്സിലായോ? ഇബ്നു ഹസം അല്ലാഹിരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാം, ഫകുല്ലു മാഇൻ, ഏതൊരു വെള്ളമാകട്ടെ അതിലേക്ക് ഖാലത്തുഹു ഷൈഉൻ ത്വാഹിറുൻ മുബാഹുൻ, ഏതൊരു ശുദ്ധിയുള്ള തൊഹൂറായ വെള്ളത്തിലേക്കും ഒരു ശുദ്ധിയുള്ള വസ്തു ചേർന്നു, ഫലഹറ ഫീഹി ലൗനുഹു വരീഹുഹു വതഅമുഹു, എന്നിട്ട് അതിൻ്റെ രുചി, മണം, നിറം ഇതിലേതെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ കാണുമ്പോൾ തന്നെ കളർ എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ സമയത്തും ഇല്ല അന്നഹൂലം യുസിൽ ഇസ്മുൽ മാ, വെള്ളം എന്ന പേര് അതിനിപ്പോഴും പറയുമെങ്കിൽ അതുകൊണ്ട് വുളു എടുക്കൽ അനുവദനീയമാണ്, ജനാബത്ത് കുളിക്കും അനുവദനീയമാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ തൊഹൂറായ വെള്ളം അതിലേക്ക് എന്തെങ്കിലും ഒരു ശുദ്ധിയുള്ള വസ്തു ചേർന്ന് വെള്ളം എന്ന് പറയുന്ന ഇനത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടറായിപ്പോൾ ഇപ്പോൾ തേങ്ങാ വെള്ളമായി, സോപ്പ് വെള്ളമായി, കഞ്ഞി വെള്ളമായി, അപ്പോൾ അതെന്തല്ല, തൊഹൂറല്ല. അതുകൊണ്ട് ഒതുകൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് ജനാബത്ത് കുളിക്കും പാടില്ല. എന്നാൽ വെള്ളം എന്നെപ്പോഴും പറയുമെങ്കിലോ അത് തൊഹൂറായ രൂപത്തിൽ തന്നെയാണ് ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തേനേതാ? നജിസായ വെള്ളമാണ്. നമ്മൾ പറയണത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മൂന്നാമത്തെ നജിസായ വെള്ളം. നജിസായ വെള്ളം എന്ന് പറഞ്ഞാൽ തൊഹൂറായ വെള്ളത്തിലേക്ക് എന്ത് ചാടുക? നജസ് ചാടുക. എന്തെങ്കിലും നജസ് ചാടിയിട്ട് വെള്ളം എന്താവുക? അതിൻ്റെ മണമോ നിറമോ രുചിയോ ഏതെങ്കിലും ഒന്ന് മാറുക. അപ്പോൾ നജസുകൾ ഏതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിച്ച് പഠിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു എലി ചാടി ചത്തു, അത് നജസാണ്. എലി ചാടി ചത്താൽ അത് നജസാണ്. അത് വെള്ളത്തിലേക്ക് ചാടി ചത്തു, വെള്ളത്തിൻ്റെ മണമോ നിറമോ രുചിയോ ഒന്നും മാറിയിട്ടില്ല, വെള്ളം നജസാണോ? അല്ല, വെള്ളം തൊഹൂറാണ്. എന്നാൽ എലി ചാടി ചത്തു, ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു ചയ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു മണ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എന്തോ കളറിൽ ഇങ്ങനെ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്, വെള്ളം നജസാണോ? നജസാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ മണം നിറം രുചി ഇതിലേതെങ്കിലും ഒന്ന് മാറിയാൽ വെള്ളം നജസാണ്. ഒരു പക്ഷേ നമുക്ക് നമ്മളെ നാട്ടാചാരം പ്രകാരം നമുക്ക് ചിലപ്പോൾ അതിന് എന്തുണ്ടാവും, ഒരു അർപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ദീനിൻ്റെ ഭാഷയിൽ അതെന്തായിട്ടില്ല, നജസായിട്ടില്ല. ആ വെള്ളം കൊണ്ട് ഒതു കൊടുക്കാം, ആ വെള്ളം കൊണ്ട് നമുക്ക് ജനാബത്ത് കുളിക്കൊക്കെ ചെയ്യാം. അത് കിണറ്റിലെ വെള്ളമാണെങ്കിലും ഏതാണെങ്കിലും. ഇപ്പോൾ വെള്ളം കുറച്ചാണോ കുറയണോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നജസ് ചാടി 1/3 മണം നിറം രുചി ഏതെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടോ വെള്ളം നജസാണ്. ഏതെങ്കിലും ഒന്ന് മാറിയിട്ടില്ലേ വെള്ളം നജസല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മാ തുഹൂറുൻ, വെള്ളം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് തുഹൂർ ശുദ്ധിയുള്ളതാണ്. ലാ യുനജ്ജിസുഹു ഷൈ, അതിനെ ഒന്നും നജസാക്കുകയില്ല. നജസാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മണമോ നിറമോ രുചിയോ ഏതെങ്കിലും ഒന്ന് മാറണം. അപ്പോൾ ഇതിൽ നമുക്ക് വുളു എടുക്കാനും ജനാബത്തിന് കുളിക്കാനും ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം തുഹൂറായ വെള്ളം മാത്രമാകുന്നു. ഇനി ഇതിലൊരു മസ്അലയാണ്, നമ്മൾക്ക് നജസിൽ സംശയിച്ചാൽ, ഇത് നജസിൽ സംശയിക്കണം, നമ്മൾ ബാത്റൂമിലേക്ക് വുളു എടുക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ നമ്മളെ കുട്ടി പോയിട്ട് എന്ത് ചെയ്തുക്കണു, കുളിയും കലാപരിപാടികളും വുളു ഒക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബക്കറ്റിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം തോന്നും, ഇത് പോകും കുളിച്ചപ്പോൾ അല്ലെ ഓന് ഇവിടെ മലമൂത്ര വിസർജനമൊക്കെ നടത്തിയപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വന്നിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെ നമുക്ക് സംശയം വന്നു. കാരണം കുളിച്ചതിൻ്റെ ബാക്കിയാണ്. അല്ലെങ്കിൽ നമ്മളെ പെണ്ണുങ്ങൾ പോയിട്ട് എന്ത് ചെയ്തു, തിരുമ്പി പോന്നതാണ്. അപ്പോൾ തിരുമ്പി പോന്ന സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ തുണിയിൽ നിന്ന് ഇങ്ങോട്ട് തെറിച്ചിട്ടുണ്ടാവും, സോപ്പതൊക്കെ തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള വെള്ളമാണ്. അപ്പോൾ നമുക്ക് സംശയമാണ്, ഇത് ശുദ്ധിയുള്ളതാണ് നജസാണ് നമുക്കറിയോ? നമുക്കറിയില്ല. അപ്പോൾ ആ വെള്ളം എന്താ കാട്ടുക? ആ വെള്ളം തൊഹൂറായിട്ട് പരിഗണിക്കാൻ പറ്റുമോ നജസായിട്ട് പരിഗണിക്കാൻ പറ്റുമോ? തൊഹൂറായിട്ട് പരിഗണിക്കാം. എന്തുകൊണ്ട്? നമ്മൾ കണ്ടിട്ടില്ല. ശരിയാണ്, മാഷാ അല്ലാഹ് ബാറക്കല്ലാ. തൊഹൂറായിട്ട് പരിഗണിക്കണം. സംശയത്തിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. അപ്പോൾ ഫിഖ്ഹിലൊരു വലിയ ഖാഇദയാണ്, അൽ യഖീനു ലാ യസൂലു ബിശ്ശക്കി. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക, കാണാതെ പഠിക്കല, മനസ്സിലാക്കി വെക്കുക, നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അൽ യഖീനു ലാ യസൂലു ബിശ്ശക്കി, സംശയമുള്ള ഒരു കാര്യം കൊണ്ട് ഉറപ്പുള്ള കാര്യം നീങ്ങൂല. ഇവിടെ നമുക്ക് ഉറപ്പെന്താണ്? ഈ വെള്ളം ടാങ്കിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ടാങ്കിയിലത്തെ വെള്ളം എന്താ? ശുദ്ധിയാണ്, കാരണം കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം അടിസ്ഥാനപരമായിട്ട് ശുദ്ധിയുള്ളതാണ്. നമുക്ക് സംശയം എന്താണ്? ഇതിൽ നജസ് കലർന്നിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സംശയത്തിനോട് ഒഴിവാക്കുക, ഉറപ്പില്ലേനോട് പിടിക്കുക. മനസ്സിലായോ? അൽ യഖീനു ലാ യസൂലു ബിശ്ശക്ക്. സംശയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, വസ്വാസിലാവേണ്ട. ഇത് നിസ്കാരത്തിലും ബാധകമാണ്. നിസ്കാരത്തിൽ നമ്മൾ അത്തഹിയാത്തിലിരുന്നു, നമ്മളിങ്ങനെ വിശദീകരിക്കും, അത്തഹിയാത്തിലിരുന്നു. അപ്പോഴാണ് കീഴ്വായു പോയോ സംശയം, വയറിലെന്തോ ഒരു ഗുളുഗുളു ശബ്ദം വന്നു, കീഴ്വായു പോയോ സംശയം. അപ്പോൾ എന്ത് കാട്ടണം? തിരിഞ്ഞു പോയിട്ട് ഒളു എടുത്ത് വരണോ അതോ നിസ്കാരത്തിൽ തുടരണോ? ഈ കായിക വെച്ചിട്ടൊന്ന് പറഞ്ഞാണ് തുടരണം. കാരണം എന്താ? കായിക ഉറപ്പുള്ളത് കൊണ്ട്, ഉറപ്പില്ലൊരു കാര്യം സംശയം കൊണ്ട് നീങ്ങൂല. ഉറപ്പെന്താ? ഞാൻ ഒളു എടുത്തിട്ട് നിസ്കാരത്തിലാണ്. സംശയം എന്താ? കീഴ്വായു പോയിക്കണോ എന്നുള്ളതാണ്. സംശയം കൊണ്ട് ഒഴിവാക്കുക, എന്നിട്ട് നേരെ ഉറപ്പിലെ പിടിച്ച് നിസ്കാരം തുടരുക. വീട്ടിൽ നിന്ന് ഒളു എടുക്കാതെയാണ്, ഉറപ്പാണ് ഒളു എടുത്തിട്ടില്ല, മലമൂത്ര വിസർജനമൊക്കെ ചെയ്തിട്ട് ഒളു എടുക്കാതെയാണ് പോകുന്നത് ഉറപ്പാണ്. പക്ഷേ എവിടേക്കേ ചുറ്റി തിരിഞ്ഞ് പള്ളിയൊക്കെ എത്തിയപ്പോൾ ഒരു സംശയം, ഞാൻ അപ്പോൾ അവിടെ നിന്ന് ഒളു എടുത്തോ, ഒരു സംശയം.
അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടത്? ഒളു എടുക്കണം. കാരണം ഉറപ്പില്ല കാര്യം ഒളു എടുത്തിട്ടില്ല എന്നുള്ളതാണ്, സംശയം ഒളു എടുത്തോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ എല്ലാ ഇബാദത്തുകൾക്കും നമുക്കിത് വക്കാവുന്ന അൽ യഖീൻ ലാ യസൂലു ബിശക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നിത്യത്തിൽ വരുന്നൊരു കാര്യമാണ്, ബക്കറ്റിൽ കുറച്ച് വെള്ളം ബാക്കിയിരിക്കുന്നുണ്ട് ബാത്റൂമിൽ, ഈ വെള്ളം ഇനി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ, അത് ഉപയോഗിക്കാം. നജസ് ഉറപ്പാകുന്നത് വരെ നമുക്ക് ആ വെള്ളം തൊഹൂറായിട്ട് തന്നെ പരിഗണിക്കാവുന്നതാണ്. വുളു ശരിയാകണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധനകൾ. വുളു ശരിയാണെങ്കിൽ ചില ഷർത്തുകളുണ്ട്, നിബന്ധനകൾ. ഷുറൂത്തുൽ വുളു എന്ന് പറയും. അപ്പം നിബന്ധന ശരിയായിട്ടില്ല എങ്കിൽ വുളു ബാത്തിലാണ്. നമ്മൾ ഷർത്ത് ഉപേക്ഷിച്ചാൽ ആ കർമ്മം ബാത്തിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് വുളുവിൻ്റെ ഷർത്തുകൾ? ഒന്ന്, ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം വുളു എടുക്കുന്ന ആൾ. അള്ളാഹു പറയില്ല, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാമാണ് നിനക്കൽ സ്വീകാര്യമായ മതം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു, അത് സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുസ്ലിം ആയിരിക്കണം വുളു എടുക്കുന്നത്. രണ്ടാമത്തെ അൽ അഖ്ൽ, വുളു എടുക്കുന്ന ആൾക്ക് എന്ത് വേണം? ബുദ്ധി ഉണ്ടായിരിക്കണം. അവർ ഭ്രാന്തൻ വുളു എടുത്താൽ വുളു ശരിയാവുമോ? ശരിയാവില്ല. അബൂദാവൂദ് ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയാണ്, റുഫി അൽ ഖലമു അൻ സലാസത്തിൻ, 3 ആളുകളിൽ നിന്ന് പേന ഉയർന്നിരിക്കുന്നു. അഥവാ 3 ആൾക്കാർ ഒരു അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിലും ഓൽക്ക് തിന്മയായിട്ട് രേഖപ്പെടുത്തുകയില്ല. അതിലൊന്ന് അനിന്നാഇമി ഹത്താ യസ്തൈഖിള, ഉറങ്ങുന്നവൻ എഴുന്നേൽക്കുന്നത് വരെ. 2 അനി സ്വബിയ്യ ഹത്താ യഹ്തലിമ, ചെറിയ കുട്ടി പ്രായപൂർത്തിയാകുന്നവരെ. 3 അനിൽ മജ്നൂനി ഹത്താ യഖില, ഭ്രാന്തൻ അവന് ബുദ്ധിയാകുന്നത് വരെ. അപ്പോൾ ഒരാൾക്ക് ബുദ്ധിയില്ല എങ്കിൽ, അഖിൽ നഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ അവന് വുളു എടുക്കേണ്ട ആവശ്യമില്ല, അവന് ഷർത്തല്ല. മൂന്നാമത്തെ അത്തമീസ്. തമീസ് എന്ന് പറഞ്ഞാൽ വകതിരിവാവുക. ഇതൊക്കെ നിങ്ങളെ ഇതിന് മലയാളത്തിൽ ഞാൻ എന്തിയിട്ടുണ്ട്, ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ മലയാളം. വകതിരിവ് പറഞ്ഞാൽ പ്രായപൂർത്തിയല്ല. പ്രായപൂർത്തി ഏകദേശം 15 വയസ്സാണ് വയസ്സിൻ്റെ കണക്കിൽ പറയാം. എന്നാൽ വകതിരിവ് പറഞ്ഞാൽ എന്താ? കുട്ടിക്ക് ഇങ്ങനെ വേർതിരിച്ചറിയാം, ഇത് നന്മയാണ്, ഇത് തിന്മയാണ്, ഇതൊരു പേനയാണ്, ഇത് വായിലിടാൻ പറ്റിയതല്ല, ഇത് ഒരു പൈസയാണ്, ഇത് കീറാൻ പറ്റിയതല്ല. ഇത് കുട്ടിക്ക് ഇങ്ങനെ വേർതിരിച്ച് നന്മയും തിന്മയും മനസ്സിലായി തുടങ്ങുന്ന പ്രായമാണ് വകതിരിവ്. അത് ഏകദേശം 7 വയസ്സിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാത്ത് വഹും അബ്നാഉ 7 സിനീൻ, നിങ്ങളെ കുട്ടികൾക്ക് 7 വയസ്സായാൽ അവരോട് നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അപ്പോൾ വകതിരിവാവുന്ന പ്രായം ഏകദേശം 7ആണ്. അപ്പോൾ 7 വയസ്സായ ഒരു കുട്ടി, അവനാണ് വുളു എന്താവുക? ഷർത്ത്. അപ്പോൾ 7 വയസ്സാവാത്തൊരു കുട്ടി, അല്ലെങ്കിൽ വകതിരിവാവാത്തൊരു കുട്ടി, ചിലർക്ക് 6 വയസ്സിലാവും, ചിലർക്ക് 8 വയസ്സിലാവും. ഒരു കുട്ടി വകതിരിവായിട്ടില്ല, വുളു എടുത്തു, ഓൻ്റെ വുളു സ്വീകരിക്കുമോ? ചെറിയൊരു കുട്ടി 2 വയസ്സായാലും 4 വയസ്സായൊരു കുട്ടി വുളു എടുത്തു, ഓൻ്റെ വുളു സ്വീകരിക്കുമോ? സ്വീകരിക്കും, വുളു സ്വീകരിക്കും. പക്ഷെ അവനക്ക് എന്തല്ല? ഷർത്തല്ല. എന്നാൽ മജ്നൂനായ അഖിലില്ലാത്ത ഒരാൾ വുളു എടുത്തു, ഓൻ്റെ വുളു സ്വീകരിക്കുമോ? അത് സ്വീകരിക്കുകയില്ല. ഓൻ്റെ വുളു കാരണം അവനക്ക് എന്തില്ല? നീയത്തില്ല, ഓൻ നീയത്ത് ഉണ്ടാവുകയില്ല. 4മത്തെ അന്നീയത്ത്. എന്താണ് വുളു എടുക്കുമ്പോൾ? നീയത്ത് എങ്ങനെ? നാവുകൊണ്ടല്ലേ? ആണോ? മനസ്സുകൊണ്ടാണ് നിയ്യത്ത് അല്ലേ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ കർമ്മങ്ങളും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞ അത്തലഫുളു ബിന്നിയ്യ ബിദ്അത്തുൻ, നാവുകൊണ്ട് നിയ്യത്ത് ചൊല്ലിപ്പറയൽ ബിദ്അത്താണ്. അപ്പോൾ ഉസല്ലി ഫർള സ്വലാത്തി 4 റകഅത്ത് മുതവജ്ജിഹൻ ലിഖിബ്ലത്തി ലില്ലാഹി തആല നവൈതു സൗമ ഗദൻ അദായ ഫർള റമളാൻ എന്നൊക്കെ പറയുന്നത് ബിദ്അത്താണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. നാവ് കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് നിയ്യത്ത്. ശരി. 5മത്തെ തുഹൂരിയത്തുൽ മാ. ഇത് നമ്മൾ വിശദീകരിക്കേണ്ട, നേരത്തെ പറഞ്ഞു. വെള്ളം എന്തായിരിക്കണം? തുഹൂറായിരിക്കണം. തുഹൂറായ വെള്ളം കൊണ്ട് വുളു എടുക്കാൻ പറ്റുള്ളൂ. 6മത്തെ ഇസാലത്തു മാ യംനഉ ഉസൂലൽ മാഇ ഇലാ അഅ്ളാഇൽ വുളു. വുളുവിൻ്റെ അവയവങ്ങളിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. അപ്പോൾ നമ്മളെ കയ്യുമ്മ കുറച്ച് എന്തുണ്ട്? മെഴുക് ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പെയിൻ്റായിട്ട് ഇങ്ങനെ അത് കട്ട പിടിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ വുളു എടുത്താൽ വുളു ശരിയാവില്ല. എന്ത് ചെയ്യണം? അത് നീക്കം ചെയ്തിട്ട് വേണം അവന് വുളു എടുക്കാൻ. അപ്പോൾ ഒരു മസാല, ഒരാൾ എന്ത് ചെയ്തു? നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു, വുളുവൊക്കെ എടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, കാലും അങ്ങനെ നോക്കുമ്പോഴാണ് കാലും എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചിങ്ങനെ ഒരു മെഴുകിൻ്റെ കട്ട അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ എന്തെങ്കിലും വെള്ളം ചേരുന്നത് തടയുന്ന വസ്തുക്കളുണ്ട്. ഇപ്പോൾ നമ്മൾ പേനയുടെ ഒരു
വര, പെൻസിലിൻ്റെ ഒരു വര, ഇതൊന്നും എന്തല്ല പ്രശ്നമല്ല. ഇതൊന്നും വെള്ളം ചേരുന്നതിനെ തടയൂല. ഇതല്ലെങ്കിൽ പൊടിഞ്ഞ് പോണ മെഴുകിൻ്റെ പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് വെള്ളം തടയുക. അപ്പോൾ അതിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കണ്ടത്. അപ്പോൾ എന്ത് കാട്ടണം? മടക്കി നിസ്കരിക്കണം. ഒരു വിഭാഗം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, വഖ്ത് തീർന്നിട്ടില്ലെങ്കിൽ മടക്കി നിസ്കരിക്കണം. വഖ്ത് തീർന്നതിൻ്റെ മുമ്പ് കണ്ടാൽ മടക്കി നിസ്കരിക്കണം. എന്നിട്ട് വഖ്തൊക്കെ തീർന്നിട്ടോനെ സുബ്ഹ് നിസ്കരിച്ചു, ഓൻ പിന്നെ എപ്പോഴാണ് കാണുന്നത്? ഓൻ പിന്നെ ളുഹ്ർ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോകുമ്പോഴാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ വഖ്ത് കഴിഞ്ഞാൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അലം. അതിൻ്റെ മുമ്പേ കണ്ടിച്ചാൽ മടക്കി എന്ത് ചെയ്യണം? ഓൻ നമസ്കരിക്കണം. അവസാനത്തെ ദുഖൂലുൽ വഖ്തി അലാമൻ ബിഹി ഹദസുൻ ദായിമുൻ. സ്ഥിരമായിട്ട് അശുദ്ധിയുള്ള ആളാണെങ്കിൽ സമയമാവണം. എന്ത് സ്ഥിരമായിട്ട് അശുദ്ധി എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് സ്ഥിരമായിട്ടൊരാൾക്ക് അശുദ്ധി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവന് സമയമാവണം, നിസ്കാരത്തിൻ്റെ സമയമാവണം. സമയമാണതിൻ്റെ മുമ്പ് ഒതു കൊടുക്കാൻ പാടില്ല. ഇതെന്താ പറഞ്ഞത്? സ്ഥിരമായിട്ട് അശുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? സമയം ആകണം. അപ്പോൾ ഒരാൾ ഒതു കൊടുത്താലും കീഴ്വായു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചില സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യും? അവരുടെ ഗുഹ്യാവയവത്തിലൂടെ മുൻഭാഗത്തിലൂടെ അവർക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർക്ക് അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് സമയമാകണം. സമയമാവണതിൻ്റെ മുമ്പ് വുളു കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കാത്തിരിക്കാൻ പാടില്ല. സമയമായി കഴിഞ്ഞാൽ വുളു കൊടുക്കുക, അവർ നമസ്കാരം നിർവഹിക്കുക. അപ്പോൾ അതാണ് വുളുവിൻ്റെ ഷർത്തുകൾ. ഈ ഷർത്ത് നമ്മൾ പറഞ്ഞു, ഷർത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ വുളു എന്താവും? ബാത്തിലാവും, വുളു നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അർക്കാനുൽ വുളു, വുളുവിൻ്റെ റുക്കിനുകൾ എന്താണ്? റുക്കിനും നഷ്ടപ്പെട്ടാൽ വുളു ബാത്തിലാവും. അപ്പോൾ എന്താണ് റുക്കിനും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നിസ്കാരം പഠിക്കുമ്പോൾ ഇത് പറയും. റുക്കിനും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം, ഷർത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ പുറത്തേക്കരം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വുളു എടുക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റുക്കിന് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ ഉള്ളിലേക്കരം. അപ്പോൾ ഇബാദത്ത് തുടങ്ങി അവസാനിക്കുന്നതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളേക്കരം റുക്കിനുകൾ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ റുക്കിൻ എന്താണ്? വുളുവിൻ്റെ ഗുസ്ലുൽ വജ്ഹി, മുഖം കഴുകുക എന്നുള്ളതാണ്. മുഖം കഴുകലിൽ പെട്ടതാണ് വൽഫമു വൽ അൻഫു മിൻഹു. നിങ്ങളെ ആ നോട്ടിലുണ്ട്. അതിൽ പെട്ടതാണ് വായ് കഴുകലും മൂക്കിൽ വെള്ളം കയറ്റി ചീച്ചലും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെങ്കിലും മൂക്കിൽ വെള്ളം കയറ്റി ചീച്ചണതിനെ ഒരു നിസ്സാരമായിട്ട് കാണുന്ന ഒരു പ്രവണത കാണാം. എന്നാൽ അവൻ്റെ വുളു ശരിയാവില്ല. ലജ്നത്തു ദായിമ, സൗദി അറേബ്യയിലെ പണ്ഡിത സഭ നൽകിയ ഒരു ഫത്വ, അവരോട് ചോദിച്ചൊരു ഫത്വയിൽ അവർ പറയാണ്, ഞാൻ അതിൻ്റെ അർത്ഥം മാത്രം വായിക്കഴിഞ്ഞ് വായിച്ച സമയം പോകും. മൽമത്തും ഇസ്തിൻഷാഖും വുളുഇൽ സ്ഥിരപ്പെട്ടതാണ് മിൻ ഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖൗലിഹി, നബിയുടെ പ്രവർത്തനത്താലും നബിയുടെ കൗലിനാലും, നബിയുടെ വാക്കാലും പ്രവർത്തനത്താലും വായ കൊപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വുളുയിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നിട്ട് പറയാണ് വഹുമാ ദാഖിലാനി ഫി ഗുസ്ലിൽ വജ്ഹി, അത് മുഖം കഴുകലിൽ ഉൾപ്പെടുന്നതാണ്. എന്നിട്ട് പറയാണ് ഫലാ യസ്ഹു വുളു അമൻ തറക്കഹുമാ, അത് രണ്ടും ഉപേക്ഷിക്കുന്നവൻ്റെ വുളു ശരിയാവുകയില്ല. ഔ തറക്ക വാഹിദം മിൻഹുമാ, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുന്നവൻ്റെ വുളുവും ശരിയാവുകയില്ല. അപ്പോൾ വായിൽ വെള്ളം കൊപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും മുഖം കഴുകലിൽ പെട്ടതാണ്. അപ്പോൾ ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഗൗരവത്തിൽ ചെയ്യണം. പിന്നെ മുഖം കഴുകണം എന്ന് പറഞ്ഞു. മുഖത്തിൻ്റെ പരിധി എത്രയാണ്? മുഖത്തിൻ്റെ പരിധി ചില ആൾക്കാരെന്ത് ചെയ്യും? വെള്ളം എടുത്തിട്ട് ഇങ്ങനെ 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 ആക്കിയിടൊന്നാണ് തുടച്ചു പോകും. ഒന്നും ശരിയാവോ? മുഖത്തിൻ്റെ പരിധി നമ്മളെ ഈ നെറ്റി അവസാനിക്കണ ഭാഗം ഉണ്ടല്ലോ, മുടി തുടങ്ങണ ഭാഗം, ഇത് മുതൽ നീളത്തിൽ താടിയെല്ല് വരെയാണ്. അതുപോലെ വീതിയിൽ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, കുറച്ച് കയറിയിട്ട് കഷണ്ടിയാണല്ലോ, അപ്പോൾ ഞാൻ എന്താ കാട്ടുക? ചില ആൾക്കാർക്ക് മുടി ഇറങ്ങിയിട്ടേക്കരം. അപ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സാധാരണ മനുഷ്യന് എവിടെ നിന്നാണോ മുടി ആരംഭിക്കുക, നെറ്റി അവസാനിക്കുക, അത് മുതലാണ് പരിഗണിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിലുള്ള മുഴുവൻ ഭാഗവും നനഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ വുളു ബാത്തിലാണ്. അപ്പോൾ ഗുസ്ലുൽ വജ്ഹ്. രണ്ടാമത്തെ റുക്കിൻ എന്താണ്? ഗുസ്ലുൽ യദൈനി ഇലൽ മിർഫഖൈനി, മിർഫഖ് വരെ അഥവാ കൈമുട്ട് വരെ കൈകൾ കഴുകൽ. അപ്പം മുട്ട് വരെ കഴുകണം. അപ്പോൾ നമ്മളിങ്ങനെ കഴുകുമ്പോൾ ഇങ്ങനെ ഇവിടെ ആക്കും, ഇവിടെ എന്ത് ചെയ്യും? വെള്ളം നനഞ്ഞിട്ടില്ല എങ്കിൽ വുളു ബാത്തിലാവും. മുട്ടുൾപ്പെടെ എന്ത് ചെയ്യണം? കഴുകണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തത് ഗുസ്ലുൽ റിജ്ലൈനി ഇലൽ കഅബൈൻ, ഞെരിയാണി വരെ കാല് കഴുകണം. അപ്പോൾ കാലിൻ്റെ മുൻഭാഗം നമ്മൾ കഴുകും, മടമ്പ് എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. ഒരു ചെറിയ ഭാഗം നനഞ്ഞിട്ടില്ലെങ്കിലും അവൻ്റെ വുളു ബാത്തില. റസൂൽ എന്താ പറഞ്ഞു? വൈലുൽ ലിൽ അഖാബ്, അല്ലേ? മടമ്പും കാലുകൾക്ക് നാശം.
അവൻ നരകത്തിലാണെന്നാണ് പറഞ്ഞത്. കാരണം വുളു എടുത്തപ്പോൾ അവൻ നനഞ്ഞിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരാളെ കണ്ടു, അയാളുടെ കാലിൽ ലുംഅത്തു ഖദ്റ ദിർഹം, ഒരു ദിർഹമിൻ്റെ അത്ര ഭാഗം ലം യുസ്ബിഹുൽ മാ, വെള്ളമായിട്ടില്ല. റസൂലുള്ളാഹി അയാളോട് പറഞ്ഞത് പോയി വുളു എടുത്ത് ശരിയായിട്ട് വാ, നമസ്കാരം മടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ഭാഗമാണ് നഷ്ടപ്പെട്ടത് എങ്കിലും വുളു എന്താവും? ബാത്തിലാവും. ഇതൊക്കെയാണ് റുക്നുകൾ. ഇപ്പോൾ എത്ര പറഞ്ഞു? 3 പറഞ്ഞല്ലേ. ഇനി 4-മത്തത് തർത്തീബു ബൈന അഅ്ളാഇൽ വുളു, വുളുവിൻ്റെ അവയവങ്ങൾക്കിടയിൽ തർത്തീബ് പാലിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മുഖം കഴുകണം, പിന്നെ കൈ കഴുകണം, പിന്നെ തല തടവണം. ഇങ്ങനെ തർത്തീബ് ക്രമപ്രകാരം ചെയ്യണം. ക്രമം നഷ്ടപ്പെട്ടാൽ വുളു ബാത്തിലാവും. അവസാനത്തത് അൽ മുവാലാത്തു ബൈനഹ, മുവാലാത്ത് ഉണ്ടാവണം, അഥവാ തുടർച്ച ഉണ്ടാവണം. തുടർച്ച നഷ്ടപ്പെടാൻ പാടില്ല. അഥവാ ഒരവയവം കഴുകി പെട്ടെന്ന് തന്നെ അടുത്ത അവയവം കഴുകുക, പെട്ടെന്ന് തന്നെ അടുത്ത അവയവം കഴുകുക. ഈ തുടർച്ച നഷ്ടപ്പെട്ടാൽ വുളു ബാത്തിലാണ്. അപ്പോൾ ഈ തുടർച്ചയ്ക്കൊരു പരിധി ഉണ്ടാവില്ലേ? ഒരവയവം കഴുകി എത്ര സമയത്തിനുള്ളിൽ അടുത്ത അവയവം കഴുകണം? എത്രയാണ് അതിൻ്റെ പരിധി? ഒരവയവം കഴുകി അടുത്ത അവയവം കഴുകുന്നതിൻ്റെ മുമ്പായി കഴുകിയ അവയവത്തിലെ വെള്ളം ഉണങ്ങാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ മുഖം കഴുകി, അപ്പോഴൊരു ഫോൺ ഇങ്ങനെ വിളിച്ച് അങ്ങനെ പോയി, പിന്നെ വന്ന് കൈ കഴുകുമ്പോഴേക്കിന് ഇതൊക്കെ ആകെ ഉണങ്ങിക്കണമെങ്കിൽ ആദ്യം മുതൽ വുളു തുടങ്ങണം. അപ്പോൾ ഒരവയവത്തിലെ വെള്ളം പോകാൻ പാടില്ല, ഉണങ്ങാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു. അയാളെങ്ങനെയാണ്? അന്ന റജുലൻ തവല്ല, അയാൾ ഒദു എടുത്തപ്പോൾ ഫതറക മൗലി അൽഫുരിൻ, അയാൾ ഒരു നഖത്തിൻ്റെ അത്ര ഭാഗം എന്ത് ചെയ്തു? അയാളുടെ കദമിൽ, അയാളുടെ കാലുപാദത്തിൽ ആ മടമ്പിൻ്റെ അവിടെ വെള്ളം തട്ടാതെ ഒഴിവാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പറഞ്ഞു, ഇർജി ഫഹ്സിൻ വുളുഅക, പോയിട്ട് വുളു നന്നാക്കി എടുത്തു വരാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ മറ്റൊരു ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു ദിർഹമിൻ്റെ അത്ര വെള്ളം നനയാത്തപ്പോൾ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമറഹു അയ്യു അയ്യിദൽ വുളു അവസ്വലാത്ത, നമസ്കാരവും വുളുവും തിരിച്ചു മടക്കാൻ പറഞ്ഞു. അപ്പോൾ എത്ര ഗൗരവമുണ്ട്. അപ്പോൾ ആ മുവാലത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അവയവങ്ങളിലെല്ലാം വെള്ളം എത്തിയിട്ടുണ്ട് എന്നും ശ്രദ്ധിക്കണം. അടുത്തത് സുനനുൽ വുളു, വുളുവിൻ്റെ സുന്നത്തുകൾ. ഇത് സുന്നത്തുകളാണ്. ഷർത്തും റുക്കുനും ഇത് നഷ്ടപ്പെട്ടാൽ വുളു ബാത്തിലാണ്. സുന്നത്ത് നഷ്ടപ്പെട്ടാലോ വുളു ബാത്തിലല്ല, പക്ഷേ പ്രതിഫലം കുറയും. എല്ലാ സുന്നത്ത് നഷ്ടപ്പെടുത്തിയ അവസാനം ഉള്ളി വലിച്ച പോലെ ഉണ്ടാവും, പ്രതിഫലമായിട്ട് കുറഞ്ഞ് അങ്ങനെ പോകും. അപ്പോൾ സുന്നത്തുകൾ എടുക്കുമ്പോഴാണ് പ്രതിഫലം കൂടി നമുക്ക് അതിൽ കരസ്ഥമാക്കാൻ പറ്റുക. അസിവാക്കൊന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യലാണ്? പല്ല് തേക്കലാണ്. റസൂൽ പറയില്ല, ലൗല അന്നഷുക്ക അല ഉമ്മത്തി ല അമർത്തുഹും ബിസിവാക്കി മഅകുല്ലി വുളൂഇൻ, മറ്റൊരു ഹദീസിൽ മഅകുല്ലി സ്വലാത്തിൻ. അപ്പോൾ വുളൂഇൻ്റെ സമയത്ത് എന്ത് ചെയ്യുക? മിസ്വാക്ക് ഒന്ന് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് മിസ്വാക്ക് ചെയ്യാന്നുള്ളത് വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാകുന്നു. മറ്റൊന്ന് ഗുസ്ലുൽ കഫൈനി സലാസൻ ഫി അവ്വലി വുളൂ, വുളൂഇൻ്റെ ആദ്യത്തിൽ 3 തവണ കൈ കഴുകുക. അപ്പോൾ ഇതാണ് നമ്മൾ വായ കുപ്പളതിന് മുമ്പ് 3 പ്രാവശ്യം കൈ കഴുകൂലേ, അത് സുന്നത്തായ കാര്യമാകുന്നു. 3-മത്തെ തഖ്ലീലുൽ ലഹിയത്തിൽ കസീഫ ബിൽമായി, വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക? നല്ല കട്ടിയുള്ള താടിയാണെങ്കിൽ തഖ്ലീൽ നടത്തുക. തഖ്ലീൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈയിട്ട് കഴുകൂലേ, ഇതിനാണ് തഖ്ലീൽ അറിയുക. അപ്പോൾ തഖ്ലീൽ 2 രൂപത്തിൽ. ഒന്ന് കട്ടി കുറഞ്ഞ താടിയാണ്, നമ്മളെ ഉള്ളിലത്തെ തൊലിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തഖ്ലീൽ നിർബന്ധമാണ്, വുളു ശരിയാവില്ല. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള താടിയാണ് എങ്കിൽ തഖ്ലീൽ നിർബന്ധമല്ല, പക്ഷേ സുന്നത്താണ്. അതേപോലെ തന്നെ നമ്മളെ അസ്വാബിൽ യദൈൻ വരിജിലൈൻ, കൈകാലുകളുടെ വിരലുകൾ, ഇതിൻ്റെ ഇടയിലും എന്ത് ചെയ്യുക? ഇങ്ങനെ തഖ്ലീൽ നടത്തുക. ഇതും വുളുവിൻ്റെ സുന്നത്തിൽ പെട്ടതാകുന്നു. 4-മത്തെ തയാമുൻ, വലത്തെ ഭാഗം കൊണ്ട് ആരംഭിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅ്ജിബുഹു തയമ്മുൻ, റസൂൽ വലത്തിനെ മുന്തിക്കാൻ എന്തിരുന്നു? ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാത്തിലും ഫി തനഉലിഹി വ തറജ്ജുലിഹി വ തുഹൂരിഹി വ ഫി ശഅനിഹി കുല്ലിഹി, ചെരുപ്പ് ധരിക്കുന്നതിലും മുടി ചെയ്യുന്നതിലും ശുദ്ധിയാക്കുന്ന എല്ലാ വിഷയത്തിലും റസൂൽ വലത്തിനെ മുന്തിച്ചിരുന്നു. അപ്പോൾ ഒരാൾ ഇടതുകൊണ്ട് തുടങ്ങിയാലോ, വുളു എടുക്കുമ്പോൾ ആദ്യം ഇടത്തെ കൈ കഴുകി പിന്നെ വലത്തെ കൈ കഴുകി, വുളുവിനെ ബാധിക്കുമോ? സിഹത്തിനെ ബാധിക്കില്ല, കാരണം സുന്നത്താണ്. പക്ഷേ അതാണ് പൂർണ്ണതയ്ക്ക് ഉത്തമം. 5-മത്തത് അസിയാദത്തു അലൽ ഗുസ്ലത്തിൽ വാഹിദ, ഒരു കഴുകലിൽ അധികം കഴുകൽ. അപ്പോൾ നമ്മൾ മുഖം കഴുകുമ്പോൾ 3 പ്രാവശ്യം കഴുകണ്ടേ? ഒരാൾ 1 പ്രാവശ്യം കഴുകി നിർത്തി, എന്നിട്ട് കൈ കഴുകി 1 പ്രാവശ്യം, തല തടവി, തല പിന്നെ 1 പ്രാവശ്യമാണ് ചെവിയും, കാല് കഴുകി 1 പ്രാവശ്യം, വുളു ശരിയാവോ? ശരിയാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ ഒറ്റ തവണയായിട്ട് വുളു എടുത്തു. മറ്റൊരു ഹദീസിൽ മറത്തേനി 2 തവണയായിട്ട് വുളു എടുത്തു. മറ്റൊരു ഹദീസിൽ റസൂൽ 3 തവണ കഴുകി. അപ്പോൾ 1 തവണയായിട്ടും 2 തവണയായിട്ടും 3 തവണയായിട്ടും ഒക്കെ എന്ത് ചെയ്യാം? നമ്മൾക്ക് കഴുകാവുന്നതാണ്. ഇതൊക്കെയാണ് വുളുവിൻ്റെ സുന്നത്തുകൾ.
ഇപ്പോൾ വുളുവിൻ്റെ തലതടവൽ ഒറ്റ പ്രാവശ്യം തന്നെ. തലതടവൽ അതെ ഫർളാണ്. നമ്മൾ അർക്കാനിൽ പറഞ്ഞില്ലേ, അതിൽ പറഞ്ഞിട്ടില്ല. തലതടവൽ എന്താണ്? റുക്കിനാണ്. വംസഹു ബി റൂസിക്കും. അഫ്വൻ അതിൽ വിട്ടുപോയതാണ്. അല്ല, തലതടവൽ ഒറ്റ പ്രാവശ്യമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലതടവൽ എത്ര പ്രാവശ്യമാണ്? ഒറ്റ പ്രാവശ്യമായിരുന്നു. തലതടവലും ചെവി തടവലും ഒറ്റ പ്രാവശ്യം. ഇസ്ലാമിൽ ഇബാദത്തുകൾ ഖാഇദയിൽ തടവേണ്ടതെല്ലാം ഒറ്റ പ്രാവശ്യമാണ്. ഹുഫമ തടവണം. എത്ര പ്രാവശ്യം? മിക്ക ആളുകളും 3 പ്രാവശ്യം ചെയ്യും. പക്ഷേ ഒറ്റ പ്രാവശ്യമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തല തടവേണ്ടത്. തടവേണ്ടതെല്ലാം 1 പ്രാവശ്യമാണ്. ഒരാൾ ബാൻഡേജ് ഇട്ടുകൊണു, അതിൻ്റെ മുകളിൽ കൂടെ തടവണം. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. ഒരാൾ ഹുഫ ധരിച്ചുകൊണു, അതിൻ്റെ മുകളിൽ കൂടെ തടവണം. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. തടവേണ്ടതെല്ലാം 1 പ്രാവശ്യമാണ്. കഴുകേണ്ടതെല്ലാം 3 പ്രാവശ്യം. അപ്പോൾ തല തടവുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായിട്ട് വന്ന റസൂൽ ഒരു തവണയാണ് എന്ത് ചെയ്തത്? തല തടവിയത് എന്നാണ് വന്നിരിക്കുന്നത്. 3 തവണ തടവുക എന്നുള്ളത് വന്നിട്ടില്ല. അതുപോലെ തന്നെ തല തടവുമ്പോൾ എങ്ങനെ? ഇല്ല, തല പൂർണ്ണമായിട്ട് വംസഹു ബി റൂസിക്കും, നിങ്ങളുടെ തല നിങ്ങൾ തടവുക, തലകൾ തടവുക. അപ്പോൾ തല പൂർണ്ണമായിട്ടാണ്. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് ചെയ്യും? ഈ തള്ളവരൽ ഈ ചെവിക്കുച്ചിയുടെ അവിടെ വെക്കും. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഈ നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ തുടങ്ങിയിട്ട് ഇലാ ഖഫാഹു, നബിയുടെ പെരടി വരെ കൊണ്ടുപോകും. പിന്നെ എവിടെ തിരിച്ച് ഇങ്ങനെ വന്നത് എന്ത് ചെയ്യും? എവിടെ നിന്നാണോ തുടങ്ങിയത് അത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ തിരിച്ചു വരും. അപ്പം ഇങ്ങനെ ഫുള്ള് തന്നെയാണ്. അവരാളിങ്ങനെ തടവുമ്പോൾ ഇടയിൽ 2-3 മുടിയൊക്കെ വിട്ടുപോയി. അയാളെ തലതടവൽ ശരിയാകുമോ? ശരിയാവും. 2-3 വിട്ട് വേണ്ടെന്നില്ല, കുഴപ്പമില്ല. പക്ഷേ ഒരാൾ ഇങ്ങനെ തടവി, അല്ലെങ്കിൽ കുറച്ച് ഭാഗം തടവി, വുളു ശരിയാവുമോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ അയാളെ വുളു ശരിയാവുകയില്ല. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇബാദത്തുകളുടെ വിഷയത്തിൽ എന്തില്ല? വ്യത്യാസമില്ല. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവുകൾ പറഞ്ഞതൊഴികെ. അപ്പോൾ സ്ത്രീകളും തല തടവേണ്ടത് എങ്ങനെയാണ്? പുരുഷന്മാർ തല തടവണ പോലെ തന്നെയാണ്. നമ്മൾ തടവണ പോലെ തന്നെയാണ് സ്ത്രീകളും അവരുടെ പിരടി വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെയാണ്. അല്ലാഹു അഅലം. ചെവി അടവുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്യണം? ഈ ചൂണ്ടുവരൽ രണ്ടും ഈ ചെവിക്കുറ്റിയിലും പിന്നെ നമ്മുടെ ഈ ചൂണ്ടുവരൽ രണ്ടും എന്ത് ചെയ്യാം? നമ്മുടെ ഈ ചെവിക്കുറ്റിയിൽ ഇവിടെ വെച്ചിട്ട് തള്ളവരൽ കൊണ്ട് ചെവിയുടെ പുറംഭാഗം തടവുക. എന്നിട്ട് ചൂണ്ടുവരലുണ്ടല്ലോ അതുകൊണ്ട് ചെവിയുടെ ഉൾഭാഗം തടവുക. ഉൾഭാഗം എന്ന് പറയുമ്പോൾ ആ ഓട്ടയിൽ അല്ല, അതിൻ്റെ മുകളിൽ ചാരില്ലേ, അത് ചെവിയുടെ ഉൾഭാഗം എന്ത് ചെയ്യുക? തടവുക. അപ്പം ആദ്യം നമ്മൾ തള്ളവരൽ കൊണ്ട് ചെവിയുടെ പുറംഭാഗം തടവുക. എന്നിട്ട് ചൂണ്ടുവരൽ കൊണ്ട് ചെവിയുടെ ഉൾഭാഗം തടവുക. 1 തവണ. അപ്പം നമ്മൾക്ക് തല തടവിയ വെള്ളം കൊണ്ട് ചെവി തടവാൻ പറ്റുമോ? വെള്ളം പുതിയ എടുക്കണ്ടേ? എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടും എന്താണ്? നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടിനും പ്രശ്നമില്ല. അല്ലാഹു അഅലം. ഇനി നമുക്ക് പ്രധാനപ്പെട്ടൊരു മസ്അലയാണ് നവാക്കിലുകൾ. നവാക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? മുറിയ. അപ്പോൾ വുളു ബാത്തിലായി പോകുന്ന, വുളു മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതിലൊന്നാമത്തത് അൽ ഖാരിജു മിനസ്സബീലൈൻ, മുൻപിൻ ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് പോകുക. അപ്പോൾ മുൻപിൻ ദ്വാരങ്ങളിലൂടെ എന്ത് പുറത്തേക്ക് പോയാലും വുളു ബാത്തിലാവും. എന്തൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്? പ്രധാനമായിട്ടും എന്താ പോവുക? മലവും മൂത്രവും പോവും. ഇത് രണ്ടും പുറത്തേക്ക് പോയാൽ വുളു ബാത്തിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്തി, വുളു എടുക്കേണ്ട സന്ദർഭങ്ങൾ പറഞ്ഞപ്പോൾ ബാത്റൂമിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വന്നാൽ, അഥവാ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വന്നാൽ എന്നർത്ഥം, അപ്പോൾ അവൻ്റെ വുളു നഷ്ടപ്പെടും. പിന്നെ എന്തൊക്കെ പുറത്തേക്ക് പോകാം? കീഴ്വായു പുറത്തേക്ക് പോകാം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദിക്കും ഇദാ ഹദസ ഹത്താ യതവല്ലഅ, ഹദസ് സംഭവിച്ചാൽ വുളു എടുക്കുന്നത് വരെ അള്ളാഹു നിങ്ങളെ നിസ്കാരം സ്വീകരിക്കില്ല. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തോട് ഹളറുമൗത്തിൽ നിന്ന് വന്നൊരു ശിഷ്യൻ ചോദിക്കുകയാണ്,
അപ്പോൾ പിന്നെ ഈ ഹദസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ലുറാത്തുൻ ഔഫുസാഉൻ, കീഴ്വായു ആണ് ഉദ്ദേശം. അപ്പോൾ കീഴ്വായു പോയാൽ എന്ത് ചെയ്യാൻ പാടില്ല? അവൻ്റെ വുദു പുതുക്കണം, അതിൽ ആ വുദുവോട് കൂടി നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിയുടെ ഒരാൾ വന്ന് സംശയം ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലെ നിസ്കാരത്തിൽ ഒരാൾക്ക് സംശയം, കീഴ്വായു പോയോ ഇല്ലേ, പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച് വന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഗ്യാസ് കയറിയ സമയത്തൊക്കെ ആണെങ്കിൽ ഗുളുഗുളു ശബ്ദം വരും. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് പോകണോ, എന്താ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ യൻസരിഫ് ഹത്താ യജിദ റിഹൻ ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റിഹ. നിസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകരുത്, ഒന്നെങ്കിൽ ശബ്ദം കേൾക്കുന്നത് വരെ അല്ലെങ്കിൽ ഗന്ധം അനുഭവപ്പെടുന്നത് വരെ. അപ്പോൾ ഒരാൾക്ക് പോയി എന്ന് ഉറപ്പാണ് പോയിക്കണോ, പക്ഷേ ശബ്ദമൊന്നുമില്ല, മണമൊന്നുമില്ല, അയാൾ നിസ്കാരത്തിന് പുറത്തേക്ക് പോകണം. ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വന്നിട്ടില്ല എന്ന് നിൽക്കേണ്ട ആവശ്യമില്ല, വേഗം പോകണം. സംശയത്തിൻ്റെ പേരിലാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അയാൾ സംശയത്തിൻ്റെ പേരിൽ എന്നാലും ഒന്നുകൂടി നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ വുളു പോയി പുതുക്കിയാലോ കുഴപ്പമില്ല. സുലൈമാൻ റഹ്ലി അഫ്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഹറാമാണത്, ചെയ്യാൻ പാടില്ല. സംശയത്തിൻ്റെ പേരിൽ ഇബാദത്ത് മുറിക്കാൻ പാടില്ല, കാരണം അത് വസ്വാസിലേക്ക് വഴി തെളിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ, ശബ്ദം കേൾക്കുന്നതുവരെ മണം ഉണ്ടാകുന്നതുവരെ പിന്തിരിഞ്ഞു പോകരുത്. അപ്പോൾ കീഴ്വായു. പിന്നെ എന്താ പുറത്തേക്ക് വരാം? മദിയ പുറത്തേക്ക് വരാം. എന്താ മദിയ പറഞ്ഞാൽ, നമുക്ക് വികാരമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സംസാരം കൊണ്ട് അല്ലെങ്കിൽ വികാരത്തിൻ്റെ ഒരു നോട്ടം കൊണ്ട് ഭാര്യൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു ചുംബനം കൊണ്ടൊക്കെ പിന്നെ മുൻദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു ദ്രാവകം, പ്രത്യേകിച്ച് കട്ടിയോ ഒന്നുമില്ലാത്തൊരു വെള്ളം പോലെ തന്നെ ഒരു ദ്രാവകം, ഇതാണ് മദിയ എന്ന് പറഞ്ഞാൽ. മദിയ പുറത്തേക്ക് വന്നാൽ വുദു മുറിയും. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കുന്തു റജുലൻ മദ്ദാഅൻ, ഞാൻ ധാരാളമായിട്ട് മദിയുണ്ടാകുന്ന ആളാണ്. കുന്തു അസ്തഹിയ നസ്അല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി മക്കാനി ബിനത്തിഹി, പക്ഷെ എനിക്കത് റസൂലിനോട് ചോദിക്കാൻ മടിയാണ്. കാരണം എന്താ മടി? കാരണം എന്താ? അമ്മോസാക്കയാണ്, മരുവനാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മടിയാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ അതിനെ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പോയി ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫീഹിൽ വുദു, അതിൽ വുദു ആവശ്യമാകുന്നു. അപ്പോൾ മദിയ പുറപ്പെട്ടാൽ അത് ചെറിയ നജസാണ്, അത് കഴുകി വൃത്തിയാക്കുക, വുദു എടുക്കുക. ഇല്ല കുളി നിർബന്ധമല്ല. മദിയ ചെറിയ നജസാണ്, അത് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? റസൂൽ പറഞ്ഞത് യഗ്സിലു ദക്കറഹു, മറ്റൊരു റിപ്പോർട്ടിൽ ദക്കർ മുൻദ്വാരം കഴുകി വൃത്തിയാക്കുക, പിന്നെ എന്ത് ചെയ്യുക? അവൻ വുദു എടുക്കുകയും ചെയ്യാന്നാണ്. അപ്പോൾ കുളി നിർബന്ധമല്ല. പിന്നെ മനിയ് പുറപ്പെടാം. മനിയ് പറഞ്ഞാൽ നമ്മളെ വികാരത്തിൻ്റെ അവസാനത്തിൽ പുറത്തേക്ക് തെറിക്കുന്ന ശുക്ലം അല്ലേ, ഇന്ദ്രിയം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി, അത് പുറത്തേക്ക് വന്നാലോ? അത് പുറത്തേക്ക് വന്നാൽ വുദു മാത്രമല്ല കുളി തന്നെ നിർബന്ധമാവും. മനിയ് ത്വാഹിറാണോ അതോ നജസാണോ? അത് വസ്ത്രത്തിലുണ്ടെങ്കിൽ ത്വാഹിറാണോ? നജസല്ല, നജസാണ്. ഇഖ്തലഫൽ ഉലമാവ്, പണ്ഡിതന്മാർക്ക് വ്യത്യാസമായല്ലോ. ആണെങ്കിൽ മനിയ് ത്വാഹിറാണ് ഏതവസ്ഥയിൽ? കാരണം മനി നജസ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നജസിൽ നിന്നാന്ന് പറയേണ്ടി വരും. കാരണം നമ്മളെ സൃഷ്ടിപ്പ് എവിടുന്ന? മനിയിൽ നിന്നാണ്. അപ്പോൾ മനിയ് ത്വാഹിറാണെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു അഅലം. ശരി, പിന്നെ മനി വന്നാൽ വുദു പോവും. പിന്നെ വദിയ് എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അവസാനത്തിൽ വരുന്ന ഒരു ദ്രാവകം, അത് വന്നാലും മൂത്രത്തിൻ്റെ അതേ ഹുക്കുമാണ്, എന്ത് ചെയ്യും? വുദു ബാത്തിലാവും. പിന്നെ രക്തം പുറത്തേക്ക് വരാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, മുൻപിൻദ്വാരങ്ങളിലൂടെ രക്തം പുറത്തേക്ക് വരാം. രക്തം വന്നാലും അവൻ്റെ വുദു ബാത്തിലായി പോകുന്നതാണ്. ഇതൊക്കെയാണ് മുൻപിൻദ്വാരങ്ങളിലൂടെ എന്തില്ല. മുൻപിൻദ്വാരങ്ങളിലൂടെ എന്ത് പുറത്തേക്ക് വന്നാലും അവൻ്റെ വുദു ബാത്തിലാകും. രണ്ടാമത്തത് അൽ ഖാരിജുൽ ഫവാഹിഷ് മിൻ ഗൈരി സബീലൈൻ, മുൻപിൻദ്വാരങ്ങളിലല്ലാത്ത സ്ഥലങ്ങളിലൂടെ ഫവാഹിഷായ, അവിടെ ഉദ്ദേശിച്ച മ്ലേച്ഛമായ നജസായ എന്തെങ്കിലും പുറത്തേക്ക് വന്നാൽ വുദു മുറിയോ? മൂക്ക്, ചെവി, വായ, ഇത് കൂടൊക്കെ, ഇതാണ് മുൻപിൻദ്വാരമല്ലാത്ത വഴികൾ. ഇതിലൂടെ പുറത്തേക്ക് എന്തെങ്കിലും വന്നാൽ മുറിയുമോ? അപ്പോൾ ഇത് കൂടെ എന്തൊക്കെ പുറത്തേക്ക് വരാം? ചിലപ്പോൾ ബൗലും കായത്തും മലവും മൂത്രവും വരാം. മലവും മൂത്രവും വന്നാൽ അത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അങ്ങനത്തെ അവസ്ഥ. അത് വന്നാൽ എന്തായാലും മലവും മൂത്രം ഏത് കൂടെ വന്നാലും വുദു ബാത്തിലാവും. കഫം വരാൻ സാധ്യതയുണ്ട്. കഫം വന്നു കഴിഞ്ഞാൽ വുദു ബാത്തിലാവോ? ഇല്ല.
കഫം വന്നു കഴിഞ്ഞാൽ ബാത്തിലാവും. പിന്നെ വരാൻ സാധ്യത ബാത്തിലാവില്ല കഫം. പിന്നെ വരാൻ സാധ്യതയിൽ ഛർദി. മൂന്നാമത്തെ ഛർദിയാണ്. ഒരാൾ ഛർദിച്ച് കഴിഞ്ഞാൽ വുളു ബാത്തിലാവോ? ഹദീസിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഅ ഫതവല്ലഅ, റസൂൽ ഛർദിച്ചു എന്നിട്ട് വുളു എടുത്തു. അപ്പോൾ ഇന്നെന്താ മനസ്സിലാവണം? വുളു ബാത്തിലാവുന്നതാണ്. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു വുളു ബാത്തിലാവില്ല. അല്ലാഹു അലം, അതാണ് ശരിയായ അഭിപ്രായം. അപ്പോൾ റസൂൽ വുളു എടുത്തത് എന്തിനാണ്? റസൂൽ വുളു എടുത്തു എന്ന് കരുതിയത് കൊണ്ട് വുളു നിർബന്ധമാവില്ല. അത് റസൂലിൻ്റെ ഒരു കേവല പ്രവൃത്തിയാണ്. റസൂൽ കൽപ്പിച്ചിട്ടില്ല വുളു എടുക്കാൻ. റസൂൽ നിർബന്ധമായിട്ട് നമുക്ക് കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ പറയാം? ഒരാൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നല്ലതെന്താണ്, ഉത്തമം എന്താണ്? വുളു എടുക്കലാണ്, അതാണ് നല്ലത്. എന്നാൽ ഒരാൾ വുളു എടുത്തിട്ടില്ല എങ്കിലും അവൻ്റെ വുളു ബാത്തിലല്ല, അവൻ്റെ നിസ്കാരം സ്വഹിയാണ്. ആ വുളു കൊണ്ട് നിസ്കരിച്ചാൽ ക്ലിയർ ആണല്ലോ. അല്ലാഹു അലം. പിന്നെ എന്തൊക്കെ പുറത്തേക്ക് വരാം? ഇപ്പോൾ മുറിയായതൊക്കെ ആണെങ്കിൽ ചിലൊക്കെ പുറത്തേക്ക് വരാം അല്ലേ? ചില അത് വന്നാലോ? അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മുറിയുടെ തുടക്കത്തിലൊരു ചെറിയ ദ്രാവകം ഇങ്ങനെ വരും, വെള്ളം പോലെ. പിന്നെ അങ്ങനെ കൂടിയിട്ടൊരു മഞ്ഞൊക്കെ കലർന്നിട്ട് ചിലം പോലെ ആയിട്ട് എന്ത് ചെയ്യും, അത് മാറും. പിന്നെ ചോരായിട്ട് മാറും. ഈ ദ്രാവകവും ചിലവും വന്നാലും അത് കുറച്ചാണെങ്കിൽ പ്രശ്നമില്ല. കുറച്ചാ വന്നു വെച്ചാൽ അതെന്തല്ല, അത് പ്രശ്നമല്ല. എന്നാൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലോ അവൻ്റെ വുളു ബാത്തിലാവുന്നുള്ളതാണ്. ഇതേപോലെ തന്നെ രക്തത്തിൻ്റെ വിഷയം. രക്തം പുറത്തേക്ക് വന്നു, രക്തം പുറത്തേക്ക് വന്നാൽ കുറച്ചാണെങ്കിൽ പ്രശ്നമല്ല, കുറേ ആണെങ്കിലോ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, അപ്പോഴാണ് ഇപ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന കൊതുകൊക്കെ വന്നിരിക്കും. നമ്മളെന്ത് ചെയ്യും? അടി കൊടുക്കും. നോക്കുമ്പോൾ അവിടെ കുറച്ച് ചോര ഉണ്ടാവും. കുറച്ചാണെങ്കിൽ, രക്തം കുറച്ചാണെങ്കിൽ അത് പ്രശ്നമല്ല. യുർഫാൻ യസീരിഹി, കുറച്ചാണെങ്കിൽ അത് പ്രശ്നമല്ല. ചിലപ്പോൾ ഉണ്ടാവുന്ന നിസ്കരിക്കാക്കുമ്പോൾ മുഖത്ത് കുരുവൊക്കെ ഉണ്ടാവും, അറിയാതെ ചൊറിഞ്ഞപ്പോൾ കുരു പൊട്ടും, കുറച്ച് രക്തം വരും, കുറച്ച് കൊണ്ട് നിൽക്കും, അതുകൊണ്ട് പ്രശ്നമല്ല. ചില സ്വഹാബത്ത് അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പ്രകാരം മുഖത്തെ കുരു പൊട്ടിയിട്ട് ചോര വന്നിരുന്നു, പക്ഷേ അവർ നിസ്കാരം മുറിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വന്നാൽ കുഴപ്പമില്ല. എന്നാൽ ഒരാളെ മുറി ഇങ്ങനെ പൊട്ടിയിട്ട് അല്ലെങ്കിൽ വായന്ന് എന്ത് ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതാണെങ്കിൽ അവൻ്റെ വുളു ആ ബാത്തിലെ അവൻ എന്ത് ചെയ്യണം? പോയിട്ട് വുളു എടുക്കണം. അപ്പോൾ ഒരു സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, നമ്മൾ പാമുഖത്തിലും പറഞ്ഞിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് ചോര ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ടും അദ്ദേഹം നമസ്കരിച്ചു, വുളു എടുത്തിട്ടില്ല. അപ്പോൾ അതെന്താ? അത് നിർബന്ധഘട്ടാണ്. അദ്ദേഹത്തിന് വേറെ രക്ഷയില്ല. ആ സമയത്ത് പോയി വുളു എടുത്ത് തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യ ഘട്ടം, ലറൂറിയത്തിൻ്റെ നിർബന്ധിത അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യാം? അത് പ്രശ്നമല്ല. അല്ലാതെ സാധാരണ ഒരു കേസിൽ ഒരുപാട് രക്തം വരികയാണെങ്കിൽ അത് വുളുവിനെ ബാത്തിലാക്കി കളയും. എന്ത് ചെയ്യണം? അവന് വുളു മടക്കണം. മൂന്നാമത്തെ സവാലുൽ അഖ്ലി ബിഗൈരി നൗമിൻ യസീരിൻ ജാലിസൻ ഔ ഖായിമ. സവാലുൽ അഖ്ലി, ബുദ്ധി മറയാം, ബിഗൈരി നൗമിൻ യസീരിൻ, ചെറിയ ഉറക്കം കൊണ്ടല്ലാതെ, ജാലിസൻ ഔ ഖായിമ, നിന്നുകൊണ്ടാകട്ടെ ഇരുന്നുകൊണ്ടാകട്ടെ, എങ്ങനെയായാലും കുഴപ്പമില്ല. അതിൽ ഉറക്കം എന്നാണ് അതിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ സ്വബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉറങ്ങിയാൽ, ഇരുന്നുകൊണ്ടാണെങ്കിലും നിന്നുകൊണ്ടാണെങ്കിലും എങ്ങനെ ഉറങ്ങിയാലും അവൻ്റെ വുളു ബാത്തിലാകും. അപ്പോൾ സ്വബോധം നഷ്ടപ്പെടാതെ ഉറങ്ങിയാലോ ബാത്തിലാവില്ല എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്. ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പറയാണ്, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുന ഇദാ കുന്നാ സഫറൻ, ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, അല്ലാ നൻസിഅ ഖിഫാഫന തലാസത അയ്യാമിൻ വലയാലിഹിന്ന, 3 ദിവസത്തിൽ 3 രാത്രിയും പകലുമായിട്ട് ഞങ്ങളുടെ ഹുഫകൾ ഞങ്ങൾ ഊരണ്ട. ഇപ്പോൾ ഒരു ഹുഫമ തടവണ മസലയാണ്, ഇൻഷാ അല്ലാഹ് നമ്മളത് പറയും. അപ്പോൾ ഹുഫ ഊരേണ്ട ആവശ്യമില്ല. ഇല്ലാ മിൻ ജനാബത്തിൻ, ജനാബത്ത് ഉണ്ടായാൽ ഊരണം, ഊരിയിട്ട് എന്ത് ചെയ്യണം? പോയിട്ട് കുളിക്കണം. വലാക്കിൻ മിൻ ബൗലിൻ വഗായിത്തിൻ വനൗമിൻ, എന്നാൽ മലം മൂത്രം അത് പുറത്തേക്ക് വന്നാൽ, അതുപോലെ ഉറക്കം, ഇത് സംഭവിച്ചാൽ ഹുഫ അഴിക്കേണ്ടതില്ല, അതിൻ്റെ മുകൾക്കൂടങ്ങൾ തടവിയാൽ മതിയെന്ന്. അപ്പോൾ ഇത് സംഭവിച്ചാൽ വുളു നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ പിന്നെ വുളു എടുക്കുമ്പോൾ ഹുഫ അഴിക്കേണ്ട, തടവിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ എന്താ? ചെറിയ അശുദ്ധി ഉണ്ടാക്കുന്നതാണ്. അതിലൊന്ന് റസൂൽ പറഞ്ഞത് ഉറക്കമാണ്. അപ്പോൾ ഉറക്കം ചെറിയ അശുദ്ധിയാണ്, ഈ ഹദീസിന് മനസ്സിലാവും. അപ്പോൾ ഉറങ്ങിയാൽ വുളു നഷ്ടപ്പെടുമെന്ന് ഈ ഹദീസിന് മനസ്സിലാവും. എന്നാൽ മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തളിറൂനൽ ഇശാ, സ്വഹാബത്ത് ഇശാഇനെ കാത്തിരിക്കും. അപ്പോൾ റസൂൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇശാ വൈകിക്കും. ഇശായിൻ്റെ അഫ്ളലായ സമയം രാത്രിയുടെ പകുതിയാണ്. രാത്രിയുടെ പകുതിയിലാണ് എന്ത്? നിസ്ഫുൽ ലൈലാണ് ഇശായിൻ്റെ ഉത്തമമായ സമയം. അപ്പോൾ റസൂൽ ചിലപ്പോൾ ആ സമയത്തേക്ക് ഇശായിനെ വൈകിപ്പിക്കും. അപ്പോൾ സ്വഹാബത്ത് പള്ളിയിലെത്തി ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട്
അനസ്രല്ലാഹിനെ പറയാണ് ഹത്താ തഖ്ഫിഖ റൂസുഹും, ഓലെ തല ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ തൂങ്ങിയിറങ്ങൂലേ, അവരെ തലക്ക് എന്ത് ഇങ്ങനെ പിന്നെ ഇവിടെ നെഞ്ചിൽ പോയി തട്ടുമാറിങ്ങനെ അവർ തൂങ്ങുമായിരുന്നു. പിന്നെ റസൂൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? യുസല്ലൂൻ, അവർ നമസ്കരിക്കും. വലായത്ത് വല്ലഊൻ, അവർ ഒതു എടുക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ഹദീസിന് അവർ ഉറങ്ങിയിട്ടും ഒതു എടുക്കാതെ നിസ്കരിച്ചു എന്ന് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇതുപോലെ കാണാം, റസൂൽ ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരാൾ വന്ന് റസൂലിനോട് പറഞ്ഞു, റസൂലേക്ക് ഒരു കാര്യം സംസാരിക്കാണ്ട്. റസൂലും ഒക്കെ ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളും വർത്താനം പറയാണ്. അതങ്ങനെ നീണ്ടു പോയി. സ്വഹാബത്തൊക്കെ കാത്തിന്ന് ഉറങ്ങാൻ തുടങ്ങി. പിന്നെ റസൂൽ കുറേ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒളു എടുക്കാതെ പോലെ എന്ത് ചെയ്തു? നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവണം എന്താ? ചെറിയ ഉറക്കമാണെങ്കിൽ, സ്വബോധം നഷ്ടപ്പെടാത്ത ചെറിയ ഉറക്കമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ഉറങ്ങണ ഒരു ഉറക്കം, എങ്ങനെയാകരം നമ്മളിങ്ങനെ തൂങ്ങുണ്ടാവും, പക്ഷേ കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കണതും സ്ഥലത്തിനൊക്കെ നമ്മളിങ്ങനെ അറിയുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ചെറിയ ഉറക്കം, ഈ ഉറക്കം വുളൂഇനെ നഷ്ടപ്പെടുത്തുകയില്ല. എന്നാൽ അത് നമ്മൾ പറയാം ഇൻഷാ അല്ലാഹ്, അത് പറയാം. പിന്നെ രണ്ടാമത്തത്, ഒരാളെന്ത് ചെയ്യും? സ്വബോധം നഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? ഗാഢമായിട്ട് ഉറങ്ങുക. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവൻ്റെ വുളു ബാത്തിലാവുകയും ചെയ്യും. എന്നാൽ ചില പണ്ഡിതന്മാർ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അന്നന്നൗമ ഹദസുൻ യൻഖുദുൽ വുളു ഖലീലുഹു ഔ കസീറുഹു, ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഹദസാണ്, അശുദ്ധിയാണ്. കുറച്ചാണെങ്കിലും കുറേ ആണെങ്കിലും വുളുവിനെ അത് ബാത്തിലാക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉള്ളതുകൊണ്ട് ചെറിയ മയക്കം സംഭവിച്ചാലും വുളു പുതുക്കലാണ് നല്ലത്. എന്നാൽ പ്രബലമായ ശരിയായ അഭിപ്രായ പ്രകാരം എന്താ? ചെറിയ ഉറക്കമാണെങ്കിൽ വുളു ബാത്തിലാവില്ല, വലിയ ഉറക്കമാണെങ്കിൽ വുളു ബാത്തിലാവും. അപ്പോൾ നമ്മൾ ജുമായിലൊക്കെ നല്ല എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ചില ആൾക്കാർ എന്ത് ചെയ്യും? വന്നിട്ട് നല്ല ഉറക്കം ഉറങ്ങുന്നിട്ട് ഖുതുബ കഴിഞ്ഞിട്ട് അപ്പുറത്തോ വിളിക്കുമ്പോഴേക്കും നീച്ചിട്ട് നേരെ നിസ്കരിക്കും. ജുമാ ബാത്തിലാവും. കാരണം ഒരു വുളു നഷ്ടപ്പെട്ടുക്കണു. പോയിട്ട് എന്ത് ചെയ്യണം? വുളു എടുത്ത് വന്നിട്ട് നിസ്കരിക്കണം. അവിടെ നമ്മൾ പ്രത്യേകം കൊടുത്ത ജാലിസനൗ കായിമ, അത് പ്രത്യേകം കൊടുത്തതാണ്. ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ എങ്ങനെ ഉറങ്ങിയാലും സ്വഭാവം നഷ്ടപ്പെടുന്ന ഉറക്കാണെങ്കിൽ വുളു ബാത്തിലാവും. അതങ്ങനെ പറയാൻ കാരണം ചില പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിരുന്നത് ഇരുന്നുറങ്ങിയാൽ വുളു ബാത്തിലാവില്ല എന്നുള്ളതാണ്. മുവത്വ, മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഹദീസിൽ എന്താണ് മുവത്വ? അതിൻ്റെ ഷറഹിൽ ഒരു പണ്ഡിതൻ്റെ ചരിത്രം വായിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഫത്വ കൊടുത്തിരുന്ന ആളാണ്. ഇരുന്നുറങ്ങിയാൽ എന്ത് ചെയ്യില്ല? വുളു മുറിയില്ല. അങ്ങനെ അദ്ദേഹം ഖുത്ബക്ക് പോയി. ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കണോ നല്ല ഉറക്കമാണ് ഇരുന്നിട്ട്. ഓനെന്ത് ചെയ്തു? കീഴ്വായു പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഉറങ്ങാൻ അറിഞ്ഞിട്ടില്ല, ഇദ്ദേഹം അറിഞ്ഞു. അപ്പോൾ ഖുത്ബ കഴിഞ്ഞ് നിസ്കരിക്കാനെടുത്ത് ഇയാൾ പറഞ്ഞു, പിന്നെ എൻ്റെ വുളു പോയിക്കണോ, പോയിട്ട് വുളു എടുത്ത് വായോ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ വുളു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. അതിൽ പറഞ്ഞാലല്ല, എൻ്റെ വുളു പോയിക്കണോ, ഞാൻ ശബ്ദം കേട്ടതാണ്. നിങ്ങളെ വുളുവാണ് പോയിക്കണം, നിങ്ങൾ പോയി വുളു എടുത്തോ, എൻ്റെ പോയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അയാൾ നിസ്കരിച്ചു എന്നാണ്. അതിൽ ഈ പണ്ഡിതന്മാർ അന്ന് മുതൽ ഇരുന്നുറങ്ങിയാലും വുളു ബാത്തിലാകുമെന്നാണ് ഞാൻ ഫത്വ കൊടുക്കാറ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ഇരുന്നുറങ്ങിയാലും നിന്നുറങ്ങിയാലും കടന്നുറങ്ങിയാലും എങ്ങനെ ഉറങ്ങിയാലും നമ്മുടെ സ്വഭാവം നഷ്ടപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ വുളു എന്തായാലും ബാത്തിലാകും. അല്ല എങ്കിൽ ബാത്തിലാവുകയില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. എന്നാലും സൂക്ഷ്മതയ്ക്ക് നല്ലത് നമ്മൾ വുളു പുതുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണഗ്രാഹ്യതയോടുകൂടി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.